നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം, പരിശുദ്ധ റൂഹായുടെ വലിയ അഭിഷേകം, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മളിലേക്ക് നിറയപ്പെടുവാൻ, കവിയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കൊരു നിമിഷവും എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും ദൈവത്തിൻ്റെ മഹത്വവും സാന്നിധ്യവും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വേദനകളെയും നൊമ്പരങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ വേദനകളും ദുഃഖങ്ങളും ആകുലതകളും എല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടാം. അമ്മയോടൊപ്പം ഈശോയെ നമുക്ക് ആരാധിക്കാം. സഹിയോനോട്ടശാലയിൽ 10 ദിവസക്കാലം ആത്മാവിൻ്റെ നിറവിനായി അത്യുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് 120ഓളം പേര് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയോട് ചേർന്നതുകൊണ്ട് അപ്പസ്തോലന്മാരുടെ മേൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ റൂഹായുടെ അഭിഷേകം നമ്മളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചേർന്ന് പാടി കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയെ യക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയെ യക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മക്കരമുളി കത്തിയടിച്ച്. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയെ യക്കണമേ. എല്ലാവരും സ്വരമുയർത്തി പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഏലിയായുടെ ദൈവമേ അഗ്നിയെ യക്കണമേ, ഏലീശായുടെ ദൈവമേ ശക്തിയെ യക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നിയെ യക്കണമേ, ഏലീശായുടെ ദൈവമേ ശക്തിയെ യക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. നയിച്ചതുപോലെ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹന്മാര് നയിച്ചതുപോലെ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ യക്കണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ യക്കണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ,
തീയായി മാറാനെന്നിൽ അഗ്നിയയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കരഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ രക്തമാണ് എല്ലാ പാപങ്ങളും നമ്മളെ മോചിപ്പിച്ച്. പടയാളികൾ ഒരുവൻ വന്ന് അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുന്ന സാക്ഷ്യം സത്യമാണ്. ഈശോയുടെ തിരുവിലാൽ നൊഴുകിയ തിരുരക്തം, സ്നേഹത്തിൻ്റെ പരിപൂർണത കർത്താവ് വെളിപ്പെടുത്തുകയും തൻ്റെ പുത്രൻ്റെ രക്തത്തിലൂടെ, പുത്രൻ്റെ ആത്മാവിലൂടെ, പുത്രൻ്റെ ജീവനിലൂടെ നമ്മുടെ ജീവിതത്തെ അവിടുന്ന് വീണ്ടെടുക്കുക. ആത്മാവിനെയും ശരീരത്തെയും വീണ്ടെടുത്തുകൊണ്ട് തൻ്റെ സാന്നിധ്യം കർത്താവ് തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രകടമാക്കുകയും ഓരോ പരിശുദ്ധ കുർബാനയിലൂടെ ദിവ്യസ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം അവസാനത്തുള്ള രക്തത്തിലൂടെ ആ സ്നേഹം പ്രകടമാക്കുകയും പടയാളുടെ കണ്ണുകൾ തുറന്ന്, ഒറ്റക്കണ്ണനായ ലുങ്കിനോസിന്റെ കണ്ണുകളെ തുറന്ന് ദൈവസ്നേഹം, കുത്തി മുറിവേൽപ്പിച്ചവനെ സുഖപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്നേഹം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. കുത്തി മുറിവേൽപ്പിച്ചവനെയും സുഖപ്പെടുത്തിക്കൊണ്ട് ദൈവം തന്റെ സ്നേഹം തന്റെ പുത്രനിലൂടെ പ്രകടമാക്കുകയും വിശ്വാസത്തോടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ശത്രുക്കളോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് ജീവൻ കൊടുത്തവരെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, തന്നെ മുറിവേൽപ്പിച്ചവനെയും തന്നെ അപമാനിച്ചവരെയും തൻ്റെ തിരുത്തോളിലേക്ക് ഭാരമേറിയ കുരിശുവരം വെച്ച് നൽകിയവരെയും കൊടുത്തവരെയും മുൾക്കിരീടം ശിരസിൽ അണിയിച്ചവരെയും നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് ആ ഹൃദയത്തിലെ സ്നേഹം അവിടുന്ന് കാൽവരിയുടെ നെറുകയിൽ പ്രകടമാക്കുകയും ഈശോ മരിച്ചു കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞതിനാൽ അവന്റെ കണങ്കാലുകൾ അവർ തകർത്തില്ല. പടയാളിൽ ഒരുവൻ വന്ന് തൻ്റെ കയ്യിലിരുന്ന കുന്തം കൊണ്ട് അവന്റെ പാർശ്വത്തില് ആഞ്ഞുകുത്തി. അപ്പോൾ തന്നെ അവിടുന്ന് രക്തവും ജലവും ഒഴുകി. ജീവജലത്തിന്റെ അരുവി ജീവവൃക്ഷത്തിൽ നിന്ന് ഒഴുകിയിറങ്ങാൻ തുടങ്ങി. ആ നിത്യജീവന്റെ അഭിഷേകം ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെട്ടു എന്ന് സുവിശേഷം നമുക്ക് ഉറപ്പു തരികയാണ്. ആ സ്നേഹം കുത്തി മുറിവേൽപ്പിച്ചവനെയും ഒറ്റുകൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ പുതിയ ഉടമ്പടി നമ്മളിൽ സ്ഥാപിച്ചുകൊണ്ട് ദൈവം തന്റെ സ്നേഹം തന്റെ ജനത്തില് പ്രകടമാക്കി. ഈശോയെ, ആ വലിയ സ്നേഹത്തോട് ഞങ്ങൾ ചേർക്കപ്പെടുകയും ആ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ തിരുഹൃദയത്തിലായിരുന്നുകൊണ്ട് ജീവൻ കൊടുക്കുന്ന വലിയ സ്നേഹം രക്തസാക്ഷികൾ കർത്താവിന്റെ തിരുഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുക. അവിടെ സ്ഥാനം കർത്താവിന്റെ ഹൃദയത്തിലാകും. ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ആ വലിയ സ്നേഹം തിരുഹൃദയത്തിലായിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവനോടുകൂടെ നമുക്കും പോയി മരിക്കാമെന്ന് പറഞ്ഞ് ഭാരതീയ അപ്പോസ്തലനായ വിശുദ്ധ തോമാസ് ശ്ലീഹ ജീവൻ കൊടുത്തുകൊണ്ട് യേശുവിനെ സ്നേഹിച്ചതുപോലെ നമുക്കും അവിടുത്തെ സ്നേഹിക്കാം. ജീവൻ കൊടുത്തുള്ള ആ വലിയ സ്നേഹത്തോട് ചേർന്നുകൊണ്ട് ഭാരതീയ അപ്പോസ്തലനോട് ചേർന്നുകൊണ്ട് ആ തിരുവിലാവുന്നൊഴികെ തിരു രക്തത്തിന്റെ സ്നേഹം ഭാരതീയ അപ്പോസ്തലൻ പ്രകടമാക്കി തന്റെ ശരീരത്തിലൂടെ കുന്തത്താൽ കുത്തപ്പെട്ട നിമിഷം ജീവൻ സമർപ്പിച്ചുകൊണ്ട് തന്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞ ഭാരതീയ അപ്പോസ്തലനോട് ചേർന്നുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ ഈശോ കൽപ്പിച്ചു. ആ കൽപ്പനയോട് ചേർന്നുകൊണ്ട്
ആ തിരുവിലാവിലെ സ്നേഹത്തിന്റെ പരിപൂർണത അനുഭവിച്ചുകൊണ്ട് ശത്രുക്കളോട് നിരുപാധികം ക്ഷമിച്ചുള്ള ആ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഇവർ ചെയ്യുന്നതിൽ നിന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ വലിയ സ്നേഹത്തിന്റെ പ്രകടനമാണ് യേശു കാൽവരിയിൽ പ്രകടമാക്കിയത്. ആ സ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ തിരുവിലാവിലെ ആ തിരുരക്തത്തെ കഴുകപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാം. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളിൽ പ്രകടമാക്കണമേ. രോഗികളുടെ മേൽ കർത്താവേ സാന്നിധ്യം പ്രകടമാക്കണമേ. രോഗങ്ങളുടെ മേൽ കർത്താവേ അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തി പ്രകടമാക്കണമേ. പാപത്തിന്റെ ബന്ധനങ്ങളുടെ മേൽ കർത്താവേ അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തി ഇപ്പോൾ പ്രകടമാക്കണമേ. എല്ലാ പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ. എല്ലാ പൈശാചിക കോട്ടകളും തകർക്കപ്പെടുന്ന ദൈവിക രക്തം ഞങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന സകല അന്ധകാരവും നീങ്ങിപ്പോകട്ടെ. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ഞങ്ങളിൽ പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ തിരുവചനത്തിന്റെ ശക്തിയാല് എല്ലാ പാപബന്ധനങ്ങളും, രോഗബന്ധനങ്ങളും, വൈശാചിക ബന്ധനങ്ങള്, അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ദേശത്തു നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ജീവൻ ആഗ്രഹിച്ചുകൊണ്ട് തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഒറ്റക്കണ്ണനായ പടയാളി ലുങ്കിനോസിനെ സുഖപ്പെടുത്തിയ ആ ദൈവിക ജീവൻ നമ്മുടെ ഏതെങ്കിലും കോശങ്ങളുടെ മേൽ ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടോ? ആ സാധ്യതയുടെ മേൽ കർത്താവിന്റെ പരിശുദ്ധ രക്തം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയതലങ്ങളിലേക്ക് കർത്താവിന്റെ രക്തം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കോശങ്ങളിലേക്കും ഓരോ ധമനികളിലേക്കും ദൈവിക രക്തം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സകല രോഗപീഠകളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ മരണത്തിന്റെ എല്ലാ കെണികളും ഞങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ. ദുഷ്ടം വെച്ചിരിക്കുന്ന സകല കെണികളും തകർക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് കാൽവരിയുടെ നെറുകയില് മരക്കുരിശില് ഹൃദയം തുറന്നു തരുവാൻ സന്നദ്ധനായ ഒരു ദൈവം, പിതാവായ ദൈവം കൽപ്പിച്ചതുപോലെ തൻ്റെ തിരുവിലാവ് കുത്തി തുറക്കുവാൻ പിതാവ് അനുവദിക്കിയ ഒരു പടയാളിയെ ഒരുവനിലൂടെ, മനുഷ്യനിൽ ഒരുവനിലൂടെ ആ ജീവൻ തുറന്നു തരുവാൻ ഒരു സാധ്യത ദൈവം ഭൂമിയിൽ ഒരുക്കി എന്നുള്ളതാണ് സത്യം. ആ സാധ്യതയോട് ചേർന്നുകൊണ്ട് ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ച വ്യക്തികളാണ് ഞാനും നിങ്ങളും. കർത്താവിന്റെ തിരുസന്നിധിയിൽ പാപം ചെയ്യുന്നതിലൂടെ, മറ്റുള്ളവരോട് അപമര്യാദയായി പെരുമാറുന്നതിലൂടെ, ചെയ്യേണ്ട നന്മകൾ ചെയ്യാതിരുന്നതിലൂടെ അവിടുത്തെ ദൈവഹൃദയത്തെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്. കണ്ണുനീരോടെ നിമിഷം പ്രാർത്ഥിക്കുക. ഈശോ, എന്നെ കഴുകണമേ. എൻ്റെ ബലഹീനതകൾ, എൻ്റെ കുറവുകൾ നിറവാക്കി മാറ്റുവാൻ അവിടുന്ന് സാധ്യത തുറന്നു തന്ന ഹൃദയത്തിൽ നിന്ന്, ആ പരിശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന നിത്യജീവന്റെ അഭിഷേകം എൻ്റെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ഒഴുകി അത് എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും, എൻ്റെ ധമനികളിലൂടെ, ഹൃദയതലങ്ങളിലൂടെ എല്ലാം വ്യാപരിച്ച് ബുദ്ധി, ഓർമ്മശക്തി, കഴിവുകൾ ഇവയിലൂടെ എല്ലാം വ്യാപരിച്ച് എൻ്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന, കെട്ടിയിട്ടിരിക്കുന്ന സകല കെട്ടുകളും ചങ്ങലകളും അഴിഞ്ഞ് ഞാൻ സ്വതന്ത്രമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ആ ചങ്കിലെ സ്നേഹത്തോട് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ആ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം പാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ദൈവമേ, തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ ദൈവമേ, കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങിഴും
എഴുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശാന്തമായിട്ടിരിക്കും. തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ജീവൻ നമ്മുടെ ശരീരങ്ങളിൽ ഉടനീളം വ്യാപരിക്കപ്പെടുവാൻ വചനത്തിലൂടെ കർത്താവിന്റെ സാന്നിധ്യം കടന്നു വരികയും ആത്മാവ് നമ്മളിലേക്ക് അതിശക്തമായിട്ട് ഇടപെടുന്ന സമയമാണ്. ആത്മാവ് ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെടുന്ന സമയമാണ്. ദൈവസ്വരം കേൾക്കുന്ന സമയം. കർത്താവിന്റെ സ്വരം, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആത്മാവ് ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇരു കാലുകളിൽ നിൽക്കുവാനായിട്ട് ശേഷി തരുന്ന, ശക്തി തരുന്ന ദൈവത്തിന്റെ വചനമാണെന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ദൈവത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ ആത്മാവ് ഉള്ളിൽ കയറുക. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ മഹത്വം, നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ അറിയാം, 2-ാമത്തെ അധ്യായത്തില് ദൈവത്തെ ആരാധിച്ചു. അവരെ ഏക മനസ്സോടെ ഒരുമിച്ച് കൂടി 10 ദിവസത്തോളം ഒറ്റ ആഗ്രഹം, അവൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും. 2 ദൂതന്മാർ, 2 വെള്ള വസ്ത്രധാരികള് അവരോട് പറയുക, ഈ സ്വർഗത്തിലേക്ക് കരയേറപ്പെട്ടവൻ പോയതുപോലെ തന്നെ തിരിച്ച് മടങ്ങി വരും. ആ വലിയൊരു പ്രത്യാശ അവരെ ഒരിക്കലും നിരാശരാക്കിയില്ല. അവര് പോയത് സഹിയോൻ മാളിക മുറിയില് അവരൊരുമിച്ച് കൂടി. അവിടെ മറ്റാഗ്രഹമൊന്നുമില്ല, ഭക്ഷണത്തോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോട്, ഭൗമികമായ കാര്യങ്ങളോടൊന്നും താല്പര്യമില്ലാതെ അവര് താല്പര്യം ഒന്ന് മാത്രം, പരിശുദ്ധാത്മാവിന്റെ ആവാസം, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ശരീരത്തിൽ പ്രകടമാകണമെന്നുള്ള ആഗ്രഹത്തോടെ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് 10 ദിവസത്തോളം പ്രാർത്ഥിച്ചപ്പോ 10-ാം നാളില് അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം അവരുടെ ശരീരത്തില് വെളിപ്പെട്ടു. ഞാൻ പറയും, കുറെ ആഴ്ചകൾ വരാൻ പറയും. വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ തുടർച്ചയായ പ്രാർത്ഥന, ദൈവസന്നിധിയില് ദൈവത്തെ ദൈവവചനം കേട്ട് ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ആ പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ ദൈവത്തിന് സാധ്യമാണെന്ന് അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിന്റെ 17 മുതൽ തിരുവചനം. എന്നാൽ പ്രധാന പുരോഹിതരും അവനോട് ചേർന്നിരുന്ന സദുക്കായി വിഭാഗവും അസൂയ നിറഞ്ഞ അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചു. ചുമ്മാതല്ല, അവരെ ബന്ധിച്ച് വിലങ്ങ് വെച്ച്, കാലിലും കൈകളിലൊക്കെ വിലങ്ങ് വെച്ച് അവരെ കാരാഗൃഹത്തിന് ഉള്ളില് അവരെ സൂക്ഷിച്ചു എന്ന് പറയും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ദൈവിക ഇടപെടല് നമ്മുടെ ജീവിതത്തില് ഉണ്ടാകുമെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇത് എപ്പോഴാണ് സംഭവിച്ചേ? ഇവരിൽ ആത്മാവിന്റെ അഭിഷേകം വന്നു. അത്യുന്നത ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് ഇവര് പിടിച്ച് കാരാഗൃഹത്തിനുള്ളിൽ അടച്ചതിന്റെ കാരണം അസൂയ നിമിത്തമെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുക. അസൂയമുണ്ട് കേട്ടോ, വേറെ ഒരു പ്രശ്നവും ഇല്ല. അസൂയ ഇവരുടെ കാര്യങ്ങളിലൂടെ ദൈവ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ അവിടെ അസൂയ ഉണ്ടാവുകയാണ്. അസൂയ കൊണ്ട് ഇവരെ പിടിച്ച് കാരാഗൃഹത്തിനുള്ളില് ബന്ധിച്ച് കാരാഗൃഹത്തിനുള്ളില് അടച്ചു എന്നാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുന്നത്. ദൈവത്തിന്റെ സ്നേഹം ഇവരിൽ പ്രകടമാണ്. ഇവര് ദൈവത്തെ സ്നേഹിച്ചു. അപ്പസ്തോലന്മാര് ദൈവത്തെ സ്നേഹിച്ചു. ആ സ്നേഹം അവരിൽ പ്രകടമായപ്പോഴാ പെന്തക്കോസ്ത ദിനം ആഗതമായപ്പോ അവർ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിച്ചു, പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചു. പറഞ്ഞു, ഞാൻ പോയാൽ ഉടൻ തന്നെ, ഒരിക്കലും നിങ്ങൾ അനാഥരായിട്ട് വിടുകയില്ല, ഉടൻ തന്നെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. ഈ സഹായകനെ കിട്ടാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു. സഹായകന്റെ ശക്തി പ്രകടമാകുവാൻ വേണ്ടി. ഈ സഹായകൻ വന്നു കഴിയുമ്പോ അത്യുന്നത ദൈവത്തിന് സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. അത്യുന്നത ദൈവം അഗ്നിനാവുടെ രൂപത്തില് ഇറങ്ങി വന്ന് ഇവരുടെ മേൽ ആവസിച്ചു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവ സാന്നിധ്യം പ്രകടമാകണം. പ്രാർത്ഥനയിലൂടെ അല്ലാതെ,
ഏക മനസ്സോടെയുള്ള പ്രാർത്ഥന, ഒരേ ആഗ്രഹം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അത്യുന്നതനായ പരിശുദ്ധ അമ്മ പറഞ്ഞു ഇത് എങ്ങനെയാ സംഭവിച്ചേ? അമ്മയ്ക്ക് അറിയോ ഇത് എങ്ങനെയാ സംഭവിച്ചതെന്ന്? അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ആവസിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അത്യുന്ന ദൈവത്തിന്റെ ശക്തി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട് ആ വ്യക്തിയിൽ ആവസിക്കപ്പെടും. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ 10 ദിവസക്കാലം വേറെ ഒന്നും വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒന്നും പുറത്തു പോകുന്നില്ല. ഇവർ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുക. അതാണ് തീക്ഷ്ണമായ പ്രാർത്ഥന. ഉപവാസത്തിൽ ഇരുന്നു കൊണ്ട് ഇവര് പ്രാർത്ഥിച്ചു. ഇവരുടെ ഏക ലക്ഷ്യം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമോ. ഇത് കിട്ടിയ രക്ഷപ്പെട്ടു. അത്യുന്നത ദൈവത്തിന്റെ സാന്നിധ്യം അപ്പോൾ ജീവിതത്തിൽ പ്രകടമാകും. പ്രശ്നം തീരുവാടെ. നമുക്കറിയാം ഒരു 13 ആഴ്ച ദേവാലയത്തിലേക്ക് വരാൻ പറഞ്ഞുവിടും. അപ്പൊ നമുക്കറിയാം 13 ആഴ്ച കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. 13 ആഴ്ച വരുമ്പോ അറിയാം പ്രകടമാകും, ദൈവസാന്നിധ്യം പ്രകടമാകും. പക്ഷെ അതിനിടയ്ക്ക് എന്ത് സംഭവിക്കുന്നറിയോ? നമുക്ക് വരാനായിട്ട് തടസ്സം നേരിടും. ഇവരിയ്ക്കോ 10 ദിവസത്തോളം ഇരിക്കുവോ? 13 ആഴ്ച വരാൻ പറഞ്ഞാൽ അങ്ങനെ വരാനായിട്ട് തടസ്സം നേരിടുവാ. ഒരു ചേട്ടൻ വലിയ പ്രശ്നമോ എന്നോട് പറഞ്ഞു, ഇത് 4-5 വർഷമായി പ്രശ്നം നേരിടാൻ തുടങ്ങി. വലിയ കടബാധ്യത, വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകാം. ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു 13 ആഴ്ച വരാമെന്ന് ചോദിച്ചു. ചേട്ടൻ ചോദിച്ചു ഇതൊരു ഞായറാഴ്ച എവിടെയൊക്കെ എത്ര ദിവസം ശുശ്രൂഷ? വെള്ളിയാഴ്ച ഉണ്ട്, ഞായറാഴ്ച ഉണ്ട്. ഇപ്പൊ ഞാൻ വെള്ളിയാഴ്ച ഞായറാഴ്ച വരുവാ. കഷ്ടപ്പെട്ട് വരും, ദൂര സ്ഥലത്തുനിന്ന് വരുന്നു. അങ്കമാലിയിൽ നിന്ന് ബസ് കയറി വരുവാ. മണിക്കൂറിൽ യാത്ര ചെയ്ത് കർത്താവിന്റെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അവസാനം ഒരു കടബാധ്യതയാ. ഈ കടബാധ്യത ഒഴിയണേ കഴിഞ്ഞ ദിവസം ജപ്തിയാ. ആ ജപ്തി വരുന്ന സമയത്ത് ചേട്ടൻ ഇടപെട്ടു. ഇദ്ദേഹത്തിന്റെ സഹോദരൻ എല്ലാവരും ഉണ്ടായിരുന്നോ? മുമ്പൊക്കെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചേട്ടൻ ഇടപെട്ടിട്ട് ഒരു സമയം പറഞ്ഞു. ഈ സമയം വരെ നിങ്ങളൊന്ന് സാവകാശം തരാവോ എന്ന് പറഞ്ഞ് ആ ജപ്തി അന്ന് അളക്കാനായിട്ട് വീട്ടുമുറ്റത്ത് വന്നു. ആ സമയത്ത് സഹോദരൻ പോയി അത് സെറ്റിൽമെന്റ് ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചേട്ടനുണ്ട്, ഇത്ര നാളായിട്ടുള്ള പ്രശ്നം ഉണ്ടായി. ഇവരെല്ലാം നിരാശയിലായി, വളരെ ദുഃഖത്തിലായി. എന്റെ ഭാര്യ നിരാശയില, എന്റെ മകള് നിരാശ, മൊത്തം നിരാശയില. പെട്ടെന്ന് ഇതിനകത്ത് രക്ഷപ്പെടാം. ഞാൻ പറഞ്ഞു പെട്ടെന്ന് രക്ഷപ്പെട്ടില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു. അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി പ്രകടമായാൽ തീർച്ചയായും പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കും. ചേട്ടന് ഇത്ര ആഴ്ച തികയ്ക്കണം. 13 ആഴ്ച പെട്ടെന്ന് 13 പ്രാർത്ഥന തികയ്ക്കണം പെട്ടെന്ന്. ചേട്ടൻ വന്ന് എനിക്കൊന്നൊരു 3 ആഴ്ച വന്ന് കാണും. ഇപ്പൊ ഏകദേശം 3, 2, 6 പ്രയറായി. 6 പ്രയറായി. ഇന്ന് 7ാമത്തെ പ്രാർത്ഥനയാ. ഇന്ന് വരാനായിട്ട് ചേട്ടന് സാധിച്ചില്ല. കരമേർന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 10 ദിവസക്കാലം തീഷ്ണതയോടെ ഏക മനസ്സോടെ അവർ പ്രാർത്ഥനയിൽ മുഴിയപ്പോ പരിശുദ്ധാത്മാവ് ആവസിക്കപ്പെട്ടു. അത്യുന്നത ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ പ്രകടമായി. ഇവരെ പിടിച്ച് അസൂയ കൊണ്ട് അവരെ ജയിലിൽ അടച്ചു. പക്ഷേ ജയിലിൽ കടക്കുവാൻ ദൈവം പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കപ്പെടുന്ന അത്യുന്നത ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു ദൈവ പൈതലിനെ ജയിലിൽ അടയ്ക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 19ാമത്തെ വചനം പറയാം. രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു. ആരാ പുറത്തു കൊണ്ടുവന്നേ? സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് കാരാഗൃഹത്തില് കൈകാലുകൾ ബന്ധിച്ചിട്ടിരിക്കുന്ന അപ്പസ്തോലന്മാരെ ഈസി ആയിട്ട് ആ ജയിലിറക്ക പുറത്തു കൊണ്ടുവന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? അടുത്ത വചനം ശ്രദ്ധിച്ചു കേട്ടെ. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനതകളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. നവജീവന്റെ ഈ വചനം നിങ്ങൾ സകല സൃഷ്ടികളോടും പ്രഘോഷിക്കുവാൻ ആര് പറയാ? സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവരോട് പറഞ്ഞു. അടച്ചിടാൻ പറ്റത്തില്ല, ബന്ധിച്ചിടാൻ പറ്റത്തില്ല. കാരാഗൃഹത്തിനോ ഉള്ളിൽ അടച്ചിടാൻ ഒരിക്കലും സാധ്യമല്ല. സ്വർഗം അതിന് അനുവദിക്കത്തില്ല. സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന സുവിശേഷം നമ്മെ അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പൊ അടുപ്പിച്ചുള്ള പ്രാർത്ഥന എത്ര ദിവസത്തെയാ? എത്ര ദിവസത്തെ പ്രാർത്ഥന? 10 ദിവസത്തെ പ്രാർത്ഥന. അവർക്ക് ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. എത്ര ദിവസം തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ മഹത്വം അവരിൽ പ്രകടമാകും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? ദൈവത്തെ സ്നേഹിച്ചാൽ ഇവര് 10 ദിവസത്തോളം ദൈവത്തെ സ്നേഹിച്ചു, എല്ലാം വിട്ടുകൊടുത്തു. അങ്ങനെ സാധിച്ചാൽ ഒരു കാരാഗൃഹത്തിനുള്ളിലും നമ്മൾ അടയ്ക്കപ്പെടത്തില്ല. ഒരു ബന്ധനം നമ്മളെ ബന്ധിച്ചിടുവാനായിട്ട് സാധ്യമല്ല എന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുക. അതിനുവേണ്ടി പ്രാർത്ഥിച്ചത്. ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തിനാണ് ഈ ശുശ്രൂഷ? എന്തിനു വേണ്ടിയിട്ടാ? ഈ ചങ്ങലകൾ അഴിയപ്പെടണം. ചില കാരാഗൃഹവാസങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ സ്വതന്ത്രം ആക്കണം. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ഇതാ സംഭവിക്കണം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. പ്രാർത്ഥിച്ച് 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. നമ്മൾ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. സന്ധ്യാപ്രാർത്ഥനയിൽ ഭവനത്തിൽ മണിക്കൂറുകൾ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യവും ശക്തിയും നമ്മളിൽ പ്രകടമാവും. എല്ലാ കെട്ടുകളും അഴിയപ്പെടും, സകല ബന്ധനങ്ങളും തകർക്കപ്പെടും. അതാണ് ദൈവത്തിന്റെ സ്നേഹം. നമ്മളെ പിടിച്ചിടുമ്പോ ദൈവം തിരിച്ചറിയുക, ഒരു ശുശ്രൂഷകനെ, ദൈവരാജ്യ പ്രഘോഷകനെ, ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയെ ബന്ധനത്തിലാക്കുമ്പോ സ്വർഗം അറിയുന്നു. ആ സ്വർഗം നമ്മളെ ഒരിക്കലും കാരാഗൃഹവാസത്തിന് അനുവദിക്കത്തില്ല. കടബാധ്യതകൾക്ക്, രോഗങ്ങൾക്ക്, തകർച്ചകൾക്ക് നമ്മളെ അവിടുന്ന് അനുവദിക്കത്തില്ല. അതിനധീനമായ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ പ്രകടമാകുമെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളിൽ കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരമേർത്തുന്നു, സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരെ പിടിച്ച് അത് കഴിഞ്ഞിട്ട് ഇവര് അന്വേഷിച്ചു പോവാ. ഈ കാരാഗ്രഹത്തിൽ ചെന്നപ്പോ ഇവരുണ്ടോ അവിടെ? അവരവിടെ ഇല്ല. അവര് ദേവാലയത്തില് ദൈവിക ശുശ്രൂഷയില് ഏർപ്പെട്ടിരിക്കുക. വചനം കൊടുക്കുക. എന്നാ വചനം ദൈവം പറഞ്ഞെന്താ? നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന എല്ലാ ജനതകളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കും. എല്ലാവരോടും ഈശോയെ കുറിച്ച്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ച് സകല ജനതകളോടും പ്രഘോഷിക്കുവാനാണ് ഓരോ ക്രിസ്ത്യാനിക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ജോലി. അതാ ഈശോയെ കുറിച്ച് പറയാൻ. മാറി മറിയും പ്രിയപ്പെട്ടവരെ, ജീവിതങ്ങള് മാറി മറിയും. യേശുവിനെ കുറിച്ച് ഒരു വ്യക്തിയോട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ അവന്റെ ജീവിതം, അവളുടെ ജീവിതം മാറി മറിയും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം നമ്മൾ ആരെ അറിയണം? യേശുവിനെ അറിയണം, യേശുവിനെ അനുഭവിക്കണം. ഈ അനുഭവമാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. നമ്മൾ കാര്യസാധ്യമല്ല, ഇതുകൊണ്ടൊന്നും ഒന്നും നേടാനായിട്ടൊന്നും പോകുന്നില്ല. ഇവിടെ എന്നെ ഉണ്ടാക്കിയാലും എന്തെല്ലാം സംഭവിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നു. ഇതെല്ലാം കടന്നു പോകും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകും. വചനം നമ്മളില്, ദൈവസ്നേഹം നമ്മളില് നിലനിൽക്കും. ബാക്കിയുള്ളതെല്ലാം ആകാശവും ഭൂമിയും കടന്നു, അടുത്ത വചനം നമ്മളില് നിറവേറും, നിലനിൽക്കും. വേറെ ഒന്നുമില്ല. അപ്പൊ ആരെ സ്നേഹിക്കേണ്ട? ദൈവവചനത്തെ സ്നേഹിച്ചാൽ തടവറകളെ ഭേദിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി പ്രകടമാവുക. ഇന്നലെ ഒരു പെങ്കൊച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കൊച്ചിന്റെ റിബ്സ്, കുഞ്ഞു കൊച്ചാ, അതിന്റെ ഇവിടുത്തെ അസ്ഥികളെ ഒത്തിരി എണ്ണം ഒടിഞ്ഞുപോയി. എവിടെ? വിദേശ UK-ലാ. അപ്പൊ അത് കേസായി. ഇതെങ്ങനെയാ ഇത് പൊട്ടിയെന്ന് അറിയത്തില്ല. ഇത് റിബ്സ് ഒടിഞ്ഞത് എങ്ങനെയാന്ന് ഇവർക്ക്, വാരിയിൽ ഒടിഞ്ഞത് എങ്ങനെയാന്ന് ഇവർക്ക് അറിയത്തില്ല. ഈ മൂത്ത കൊച്ച് ഇതിനെ ഉരുട്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് ചവിട്ടിയതായിരിക്കാം. എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. പക്ഷേ ആ കുറ്റങ്ങൾ മുഴുവനും ഇവരുടെ മേൽ ചുമത്തപ്പെട്ടു. കുഞ്ഞുങ്ങൾ റിലീസായി. എന്തൊക്കെയോ പ്രാർത്ഥനയിലൂടെ ഈ കുഞ്ഞുങ്ങളെ വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് അവർ നോക്കുമായിരുന്നു. ഗവൺമെന്റ് തന്നെ പൈസ കൊടുത്ത് അവരെ നോക്കിക്കൊണ്ടിരിക്കുക. അതിൽ നിന്നല്ല ഈ കുഞ്ഞുങ്ങൾ റിലീസായി കൊച്ചിനെ നാട്ടിലേക്ക് പറഞ്ഞു. പക്ഷേ ആ കേസ് ഇന്നും നിലനിൽക്കുന്നു. ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യം, ഈ രാജ്യം എനിക്ക് വേണ്ട,
UK എന്ന് പറയുന്ന രാജ്യം എനിക്ക് വേണ്ട. ഞാനും എൻ്റെ ഭർത്താവും ജീവിത പങ്കാളിയുടെ നാട്ടിൽ വന്ന് ഭക്ഷണമൊന്നും ഇല്ലേലും പട്ടിണിയാണേലും ജീവിച്ചുള്ള ഈ രാജ്യം എനിക്ക് വേണ്ട. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുറ്റം മുഴുവൻ ഈ പെൺകുട്ടിയുടെ മേൽ ചുമത്തിക്കൊണ്ട് ഈ പെൺകുട്ടിയെ കാരാഗൃഹവാസത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. അവൾ പറയുന്ന കാര്യം എന്താണെന്നറിയോ? അവിടെയുള്ള സകല ഡോക്ടർമാരും കോടതിയും അവിടെ വക്കീലുമാരും എല്ലാം അവൾക്ക് എതിരായി. ഇനി ആരനുകൂലമുള്ള? സ്വർഗമല്ലാതെ മറ്റാരും അവൾക്ക് അനുകൂലമല്ല. മോളെ ഭയപ്പെടേണ്ട, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ രാജ്യങ്ങളെ സ്നേഹിക്കും, വ്യക്തികളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകി ദൈവത്തെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നത് ഇതുപോലുള്ള സഹനങ്ങളിലൂടെയാണ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം നമ്മൾ സ്നേഹിക്കുന്ന രാജ്യത്തെ UK പോയ രക്ഷപ്പെട്ടു. ആ പെൺകുട്ടി പറയുന്നത് UK വേണ്ട, എനിക്ക് ഈ രാജ്യം എനിക്ക് വേണ്ട, ഈ രാജ്യത്തുനിന്ന് എനിക്ക് പുറത്തു വരാൻ സാധ്യമല്ല, എന്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുക. കരയുക കൊച്ചു. നിരവധിയായ പ്രശ്നങ്ങൾ. പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി, അവളുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ പ്രശ്നം വന്നു. ഈ കൊച്ചു വീണു. ഈ മൂത്ത പിള്ളേരുള്ളപ്പോ ഇത് എങ്ങനെ ഇവിടെ വലിഞ്ഞു കയറി എന്റെ കാലെ പിടിച്ചു വലിച്ചത് താഴെ വീണ് ഇതുപോലെ തന്നെ ഒടിഞ്ഞു. ഇവർക്ക് അറിയത്തില്ല ഇത് ഒടിഞ്ഞു പോയ പൊട്ടലുണ്ടായെന്ന് അറിയത്തില്ല. ഇവരെന്തോ ഒരു കാലെ നീര് കണ്ടോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധന നടത്തി എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോ ഇത് കുറച്ചു ദിവസമായിട്ടുള്ള പൊട്ടലാ. അപ്പൊ അവര് പറഞ്ഞു ഇത് മാതാപിതാക്കളുടെ കൈപ്പിഴ മൂലം വന്നിരിക്കുന്ന, അതുകൊണ്ട് കേസായി. ഇവരൊന്നും ചെയ്തിട്ടില്ല, സത്യസന്ധമായിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ല, കൊച്ചിനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവര് ഇത് ഈ സാറിന് വഴക്കുണ്ടാക്കുമ്പോ പിള്ളേരൊക്കെ വലിച്ചെറിയുമ്പോൾ സംഭവിക്കുക, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിലാണ് ഇതിങ്ങനെ കേസാവുന്നത്. ഇവിടെ അങ്ങനെ കേസായി. ഇതിന്റെ പുറകെ നിന്നു അതിനുപരിയായിട്ട് ഒരു പ്രാർത്ഥനയിലായി. നല്ലൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂടുതൽ പ്രാർത്ഥനയിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളില് ആ കേസ് തകിടം മറിഞ്ഞു. അത് ഇവർക്ക് അനുകൂലമായിട്ട് വിധി വന്നു. കൊച്ചിനെ ആയിട്ട് നാട്ടിൽ വന്ന് നാട്ടിലേൽപ്പിച്ചിട്ട് അവൾ തിരിച്ചു പോയിട്ട് പറഞ്ഞു ഹാപ്പിയാണ്. കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഈ എന്റെ ശുശ്രൂഷയ്ക്ക് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി അവിടെ ജനറേറ്റർ ഇല്ല. അപ്പോൾ ജനറേറ്റർ വാടകയ്ക്ക് കൊണ്ടിരുന്ന ഈ ചേട്ടന് വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് വാടകയ്ക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പൊ വാടക കൊടുക്കണമെങ്കിൽ നമ്മളൊരു 14,000 രൂപയോളം ആവും വാടക കൊടുക്കണമെങ്കിൽ. അപ്പൊ അത്രയും നമുക്ക് ഈ ധ്യാനത്തിന്റെ ഈ പൈസ കൊണ്ട് നമുക്ക് അത്ര ഒരു കാര്യം ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പൊ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു ബ്രദറെ ഇതിനകത്തടിക്കുന്ന ഡീസൽ ഒഴിച്ചാൽ മതി, ഇത് ഞാനിവിടെ കൊണ്ട് ഇട്ടോളാന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ വർഷങ്ങളായിട്ട് ഇവിടെ എത്ര കാലമായിട്ട് ധ്യാനം തുടങ്ങിയോ ആ നിമിഷം മുതൽ ഈ കഴിഞ്ഞ ധ്യാനം വരെയുള്ള സമയങ്ങളിൽ ഈ ചേട്ടന്റെ വാഹനം ഇത് റെന്റിന് പോകേണ്ട വാഹനമാ. ഈ സമയത്ത് ഈ ചേട്ടൻ റെന്റ് മേടിക്കാതെ ഇവിടെ കൊണ്ടിട്ട് ത്യാഗപ്രവൃത്തി ചെയ്തപ്പോ ആ ത്യാഗപ്രവൃത്തി ഈശോ ഈ ശതാധിപന്റെ വൃത്യനെ സുഖപ്പെടുത്തുന്ന സമയത്ത് ഈശോയോട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. സിനഗോഗ് പണിച്ചു തന്നിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് ദൈവത്തോട്, ദൈവമേ അങ്ങയുടെ ആ വചന ശുശ്രൂഷയിൽ ഈ ജനറേറ്റർ തന്ന് സഹായിക്കുന്ന ചേട്ടനാണ്. ഇപ്പോൾ ഈ ചേട്ടന്റെ കാര്യത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ സെക്കൻഡിൽ ഈശോ പുറപ്പെടും, സുഖപ്പെടുത്തും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഇവിടെ ഇവിടുന്ന് UK പോയി ഒത്തിരി ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ ഇവരെല്ലാം വിളിച്ചു. നല്ല ആത്മാർത്ഥതയുള്ള വിശ്വസ്തയുള്ള നിരവധി പേര് UK-യിലുണ്ട്. അപ്പൊ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു കുഴപ്പം സംഭവിച്ചിരിക്കുക, നിങ്ങൾ ആ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെങ്കിൽ ഈ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഇവരെല്ലാം വിളിച്ചു, ഓരോ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം വിധി അനുകൂലമായപ്പോ ഇവിടെ അവർ പറഞ്ഞ കാര്യം എന്താ പറയുക, ഡോക്ടർമാർ അനുകൂലമായി, കോടതി അനുകൂലമായി, അതുപോലെ തന്നെ വക്കീൽ അനുകൂലമായി, എല്ലാ സാഹചര്യങ്ങളും ഇവർക്ക് അനുകൂലമായ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ ഒരു കാര്യം, അതിനു മുമ്പ് വിളിച്ചിരുന്നവര് ഈ നിയമോപദേശമൊക്കെ കൊടുത്തവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയോ, ഇത് മിറക്കിളാണ്, ഇതുപോലെ സംഭവം ഇവിടെ സംഭവിച്ചിട്ടില്ല, ഇത് വലിയ മിറക്കിളാണ്. കരമടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അപ്പൊ ഞാൻ എന്നിട്ട് ഈ പെൺകുട്ടിക്ക് നമ്പർ കൊടുത്തു. ഈ ബ്രദറിന്റെ പ്രാർത്ഥനയിലൂടെയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടിയത്. നമ്മുടെ പ്രാർത്ഥനയല്ല, ഓരോ വ്യക്തികളും ചെയ്തു വെക്കുന്ന ദൈവിക പ്രവർത്തികള് കണക്കിലെടുത്താണ്, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ കണക്കിലെടുത്താണ് സ്വർഗം ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ജയിലറകളെ ഭേദിക്കുന്ന, ചങ്ങലകളെ ഭേദിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പസ്തോലന്മാരിൽ ആവസിച്ച പരിശുദ്ധാത്മ ശക്തിയും അതുപോലെ അത്യുന്നത ദൈവത്തിന്റെ സാന്നിധ്യം അഗ്നിനാട് രൂപത്തിൽ ഇറങ്ങി വന്ന അവരിൽ ആവസിച്ച അഗ്നിനാട് രൂപത്തിൽ ആവസിച്ച ദൈവ സാന്നിധ്യവും. ഇതുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇത് രണ്ടും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഇത് മാത്രം ദൈവം പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിന് മാത്രം വേണ്ടി പ്രാർത്ഥിക്കും. UK പോകാൻ വേണ്ടി അല്ല. ദൈവം ആ രാജ്യത്തെ സ്നേഹിച്ചാൽ അവിടെ ചെല്ലുമ്പോ ആ രാജ്യം ഹൃദയത്തിൽ നിന്ന് വിട്ടുകൊടുക്കുവാൻ രീതിയിലുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എനിക്ക് UK വേണ്ട, ഈ രാജ്യം എനിക്ക് വേണ്ട, എനിക്ക് സ്വന്തം രാജ്യത്തിലേക്ക് എനിക്ക് തിരിച്ചു വന്ന് അവിടെ ജീവിച്ചാൽ മതി. ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജോലി ഇല്ലെങ്കിലും പ്രശ്നമില്ല, പട്ടിണിയാണേലും സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പാരസ്നേഹികൻ യേശു പറഞ്ഞു, തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുഹൃദയ സ്നേഹത്തെ, ആ ഹൃദയത്തിലെ സ്നേഹത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, നമ്മൾ മറ്റൊരു വസ്തുവിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവസ്നേഹം നമ്മളിൽ പ്രകടമാകും. ആ സ്നേഹത്തിലൂടെ നമ്മുടെ ശരീരത്തിന് മേലുള്ള ആധിപത്യങ്ങള്, നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ചങ്ങലകള് അഴിയപ്പെടും. ഇതാണ് സുവിശേഷ അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ പോവുക, വേറെ ഒന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് ഈശോയെ സ്നേഹിക്കുക. വേറെ ഒരു സ്നേഹം നമുക്ക് ആവശ്യമില്ല, ദൈവത്തെ മാത്രം സ്നേഹിക്കുക. ആ സ്നേഹം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളിൽ ആ ദൈവസ്നേഹം പ്രകടമാകുമ്പോ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളും നമ്മളെ വിട്ട് അകന്നു പോകും. ചങ്ങല മാറുക. കാരാഗൃഹത്തിന്റെ വാതില് അടച്ച് സീല് വെച്ചിരിക്കുന്ന ആ സീല് പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ വാതില് തുറന്ന് അപ്പസ്തോലന്മാരെ പുറത്തു കൊണ്ടുവരുക. പിന്നീട് നോക്കുമ്പോ ഇതെല്ലാം അടഞ്ഞു കിടക്കുക. അതിനെ ഭേദിക്കുവാൻ ഇവര് നോക്കുമ്പോ, തിരിച്ചു വന്ന് നോക്കുമ്പോ ഇതെല്ലാം പൂട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷെ ഇവര് ഇതിനുള്ളിൽ ഇല്ല. അവരെ ദൈവം എന്തിനുവേണ്ടി കൊണ്ടുവന്നേ? സകല സൃഷ്ടികളോടും ദേവാലയങ്ങളിൽ പോയി എല്ലാ ജനതകളോടും നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുവിൻ. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ കൊണ്ടുവന്ന സംഘം, അതിന് തിരിച്ച് അവരെ ദേവാലയത്തിൽ പോയി അവിടെ പിടിച്ചുകൊണ്ടുവരും. അവരെ കൊണ്ടുവന്ന സംഘത്തിന്റെ മുമ്പിൽ നിർത്തി പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു, ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞാൻ നിങ്ങൾക്ക് കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു. ക്രിസ്തു കൊടുത്തിരിക്കുന്ന, ദൈവം കൊടുത്തിരിക്കുന്ന പ്രബോധനം കൊണ്ട് ജെറുസലേം നിന്റെ വീട് നിറയ്ക്കണമെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഈ നാമത്തിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ കർശനമായി കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ രക്തം നിങ്ങളുടെ മേൽ ആരോപിക്കുവാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു. പത്രോസും അപ്പസ്തോലന്മാരും പ്രതിവചിച്ചു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ആരെ അനുസരിക്കണ്ടേ? ദൈവത്തെ. മനുഷ്യരെക്കാൾ ഉപരിയായി ദൈവവചനത്തെ അനുസരിക്കുമ്പോഴാണ് ദൈവശക്തി നമ്മളിൽ പ്രകടനം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ വചനം പാലിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മകളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ വചനം പാലിക്കും. എന്നേക്കും നിങ്ങളുടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. ഈ സഹായകൻ വന്നു കഴിയുമ്പോ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മ വരെ പാപബോധം ഉണ്ടാകത്തില്ല, പാപം തങ്ങി നിൽക്കും. പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും
ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവിന് പ്രവർത്തനം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ മരിച്ച് ജീവിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ ഉണർന്നു, ആത്മാവിൽ ഉണർന്നു. അപ്പൊ നമ്മുടെ ജീവിതം ആത്മാവിലുള്ള ഒരു ഉണർവിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തെയാണ്, ദൈവവചനമാണ് അനുസരിക്കേണ്ടത്. ഇവര് പറയുന്നതല്ല കേൾക്കേണ്ടത്. പുരോഹിതന്മാരും ഒക്കെ പറഞ്ഞു ഇതൊന്നും ചെയ്യരുത്, ഞങ്ങളിവിടെ പ്രബോധനം കൊടുക്കുന്നുണ്ട്, ഈ പ്രബോധനം മതി എന്ന് പറയുമ്പോ ഇവര് പറയുക ഞങ്ങൾ ദൈവം തന്നിരിക്കുന്ന പ്രബോധനം, ദൈവം തന്നിരിക്കുന്ന വചനമാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. വചനം ഈശോ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയെ ഇസ്രായേൽ. ആ ദൈവവചനം കൊണ്ട് ഈ ജെറുസലേം മുഴുവൻ ആ വചനത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മ. ജെറുസലേം മുഴുവൻ നിറഞ്ഞു, വചനത്താൽ ജെറുസലേം അഭിഷേകം പ്രാപിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇവരിലുള്ള ആരാ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ബന്ധനങ്ങളെ തകർത്തുകൊണ്ട്, സാത്താനിക ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട്, കുരിശിൽ തറച്ച് കൊന്ന നിങ്ങളെ കൊന്ന ആ ദൈവത്തെ ദൈവം ഉയർപ്പിച്ചു, യേശുവിനെ ഉയർപ്പിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിന് അനുതാപവും പാപമോചനം നൽകുവാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തന്റെ വലതു ഭാഗത്ത് ഉയർത്തി. ഈ സംഭവങ്ങൾ ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്കും ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. ഈ സാക്ഷ്യജീവൻ നമുക്ക് നൽകുന്ന ആരാ? പരിശുദ്ധാത്മാവ്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ വെറുതെ ഇരിക്കേണ്ടവരല്ല, പ്രബോധകരാണ്. നമ്മള് ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും, ഈശോയെ കുറിച്ച് പറയാൻ പറ്റും. അനേകരെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോഴാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവർ ശുഭിതരാവുകയും അപ്പസ്തോലന്മാരെ വധിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ നിയമോപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയേൽ എന്ന ഫരിസേയൻ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറച്ച് സമയത്തേക്ക് പുറത്തു നിർത്താൻ ആവശ്യപ്പെട്ടു. അനന്തരം അവൻ പറഞ്ഞു, ഇസ്രായേൽ ജനങ്ങളെ, ഈ മനുഷ്യരോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം. കുറെ നാളുകൾക്ക് മുമ്പ് താൻ ഒരു വലിയവനാണെന്ന് ഭാവത്തിൽ തേവുദാസ് രംഗപ്രവേശനം ചെയ്തു. ഏകദേശം 400 പേർ അവന്റെ കൂടെ ചേർന്നു. എന്നാൽ അവർ വധിക്കപ്പെടുകയും അവന്റെ അനുയായികൾ ചിതറിക്കുകയും നാമാവശേഷമാവുകയും ചെയ്തു. അനന്തരം ഗാനേഷുമാരിയുടെ കാലത്ത് ഗലീലിയാനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ടു. കുറെ പേരെ ആകർഷിച്ച് അനുയായികളാക്കി. അവനും നശിച്ചുപോയി. അനുയായികൾ തൂത്തെറിയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യരിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും. ദൈവത്തിൽ നിന്നാണെങ്കിൽ ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. കരങ്ങളൊന്ന് ഉയർത്തി നന്നായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതാണ്, അവിടെയാണ് അടിസ്ഥാനം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്, ശക്തിയാണ് അവനിൽ പ്രകടമാകുന്നതെങ്കിൽ അവനെ പരാജയപ്പെടുത്തുവാൻ, നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല എന്ന് അപ്പസ്തോല പ്രവർത്തനത്തോടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. ഇവിടെ ഇടപെടണ്ട, ഇതല്ലെങ്കിൽ നശിച്ചു പോക്കോളും. ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും വളർന്ന് അത് വലുതാവും. നശിപ്പിക്കാൻ സാധ്യമല്ല. നമുക്ക് ശ്രദ്ധിക്കാം. അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രകരിച്ചതിനു ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ചു. അവരെ വിട്ടയച്ചു. അവരായിട്ട് യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിനു മുമ്പിൽ നിന്ന് പുറത്തുപോയി.
യേശുവിനെ പ്രതി അപമാനിക്കപ്പെടുവാനും നിന്ദിക്കപ്പെടുവാനും സാധ്യമായതിനെ ഓർത്ത് അവർ സന്തോഷിച്ചുകൊണ്ട്, അവർ അഭിമാനിച്ചുകൊണ്ട് അവർ പുറത്തുപോയി എന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ദൈവത്തെ പ്രതി എന്തുമാത്രം അപമാനിക്കപ്പെട്ടാലും അതൊരു യോഗ്യതയായിട്ട് കണക്കാക്കി എന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ളവർ കുറ്റപ്പെടുത്തുക, അപമാനിക്കുക, നിന്ദനങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ക്രിസ്തുവിനെ പ്രതിയാ, ദൈവത്തെ പ്രതിയാ, ദൈവജനം പ്രഘോഷിച്ചതിനെ പ്രതി ഉള്ള സഹനങ്ങളാണ്. ഇത് അഭിമാനമാണെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ഒരു കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ പറയും, എത്ര നാളായി നിങ്ങൾ അവിടെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് എന്നാ കിട്ടി? മാന്നാനത്ത് പോയിട്ട് എന്നാ കിട്ടി? കിട്ടാനല്ല വന്നിരിക്കുന്നത് നമ്മള്. എന്തെങ്കിലും ഇവിടുന്ന് കിട്ടുവോ? ഇവിടുന്ന് കിട്ടുന്ന ഒന്ന് മാത്രം, പരിശുദ്ധാത്മ വചനം കിട്ടും, ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കും, ദൈവാനുഗ്രഹം ലഭിക്കും. മറ്റൊന്നും ഭൗമികമായിട്ട് നമ്മൾ ചിലപ്പോൾ വലിയ വളർച്ചയൊന്നും ഇല്ലെങ്കിൽ ആത്മീയമായ വലിയ മുന്നേറ്റം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിന് അനുതാപവും പാപമോചനം നൽകുവാൻ ദൈവനെ നാഥനും രക്ഷകനുമായി തന്റെ വലതുഭാഗത്ത് ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിന് നാഥനും രക്ഷകനുമായി ദൈവം ആരെ ഉയർത്തി? യേശുവിനെ ഉയർത്തി വലതുവശത്ത് ഉപേക്ഷനാക്കി. നമ്മുടെ വലതുവശത്തുണ്ട് ഈശോ, നമ്മുടെ വലതുവശത്തുണ്ട്. പത്രോസിനോട് ഈശോ പറഞ്ഞു, വലതുവശത്തേക്ക് ഇറങ്ങി. ഈശോ ഉണ്ട്, ഇവിടെയുണ്ട്, വലതുവശത്ത് യേശു ഉണ്ട്. ഉപേക്ഷനാണ്. അതുകൊണ്ട് വലതുവശത്തേക്ക് വലയിറക്കുവാൻ ആരോട് ആവശ്യപ്പെട്ടു? പത്രോസിനോടും കൂട്ടരോടും ഈശോ ആവശ്യപ്പെട്ടപ്പോ വലതുവശത്തേക്ക് വലയിറക്കിയപ്പോ വല നിറയെ മത്സ്യം കിട്ടി. ആരെ വലതുവശത്തുള്ള? ഈ ദൈവം വലതുവശത്ത് ഉപേക്ഷനാണ്. പതറിപ്പോകാതിരിക്കുവാൻ, ഇസ്രായേൽ ജനം പതറിപ്പോകാതിരിക്കുവാൻ അവിടുന്ന് വലതുവശത്ത് ഉപേക്ഷനാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സഹനം കിട്ടി, ദൈവത്തെ പ്രതി സഹനം കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷം. ഇതിനുള്ള യോഗ്യത കിട്ടുന്നത്. ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോ അപമാനങ്ങളും നിന്ദനങ്ങളും കടന്നു ഒരു യോഗ്യതയാ. സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുക്കുന്ന ഒരു യോഗ്യതയാണ് ഈ അപമാനങ്ങളും നിന്ദനങ്ങളും ഒക്കെ. അപ്പൊ അത് ഹൃദയത്തെ സ്വീകരിക്കണം. നമ്മൾ ആളുകളെ കൂട്ടിക്കൊണ്ട് വരുമ്പോ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ദേവാലയത്തിൽ വരുമ്പോ ആളുകൾ എന്ത് കിട്ടി അവിടെ പോയിട്ട്, ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊരു സഹനമായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നമായിരിക്കും വരുന്നത്. എന്നിട്ട് നിങ്ങൾ പോയിട്ട് എന്താ കിട്ടിയേ? നിങ്ങൾക്ക് എന്താ അനുഭവം ഉണ്ടായത്? ഇതൊന്നുമല്ല. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ദൈവത്തെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്ത് കൊടുക്കുക. ദൈവം തരുന്ന ആ വലിയ സമാധാനം നമ്മൾ പകർന്നു കൊടുക്കുക. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്ന് യേശുവാണ് ക്രിസ്തുവെന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചില്ല. യേശു ക്രിസ്തുവാണ്, യേശു രക്ഷകനാണ്, എല്ലാവരും രക്ഷിക്കുന്നത് യേശുവാണെന്ന് പ്രഘോഷിക്കുവാൻ അവർക്ക് സാധിച്ചു എന്ന് അപ്പസ്തോല പ്രവർത്തനം. നമ്മൾ വേറെ ഒരു രക്ഷയില്ല ഭൂമിയിൽ. ആകാശത്തിന് കീഴില് മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം യേശു ക്രിസ്തു എന്ന അധികാരമുള്ള നാമമാണ്. ആ നാമം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനാണ് ദൈവം നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു? ഈശോ സ്വർഗത്തിന് വേണ്ടി, നമ്മളെ ദൈവത്തിന് വേണ്ടി എന്ത് ജോലി ചെയ്യുന്നുണ്ട്? നമ്മൾ പള്ളി വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം പോലും. നമ്മളെ പ്രഘോഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പ്രഘോഷിക്കുന്നത് മൈക്ക് പിടിച്ച് പ്രസംഗിക്കാനല്ല. ഈശോയെ ഒരു ദിവസം ഒരാൾക്ക് പകർന്നു കൊടുക്കുക, തന്റെ ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവത്തെ പകർന്നു കൊടുക്കുവാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഞാൻ അനുഭവിച്ച വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള സാധ്യത നമ്മളിൽ ഉണ്ടോ എന്ന് സ്വർഗം നമ്മളോട് ആരായുകയാണ്, ചോദിക്കുക. കൊടുക്കുന്നുണ്ടോ? വേറെ ഒന്നുമല്ല ലക്ഷ്യം, മക്കളൊന്നും അല്ല ലക്ഷ്യം. ദൈവത്തെ പ്രഘോഷിക്കും. നമ്മുടെ ലക്ഷ്യം മക്കളെ പഠിപ്പിച്ച് അവരെ IAS എടുപ്പിച്ച് നല്ല ജോലി സ്ഥലത്തിരുത്തി അഭിമാനിക്കുക, അതൊന്നും അല്ല അഭിമാനം. ക്രിസ്തുവിനെ പ്രതി, ദൈവവചനത്തെ പ്രതി അപമാനിക്കപ്പെടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് അപ്പസ്തോലന്മാർ ആത്മാവിൽ നിറഞ്ഞപ്പോ തിരിച്ചറിഞ്ഞു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ,
അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അഭിമാനം എന്താ? ക്രിസ്തുവിനെ പ്രതിയുള്ള, സ്വർഗത്തെ പ്രതിയുള്ള സഹനങ്ങളാണ് നമ്മുടെ അഭിമാനമെന്ന് ആത്മാവിൽ നിറയുന്ന അത്യുന്നത ദൈവത്തിന്റെ സാന്നിധ്യം പ്രകടമാകുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദിവസവും ദേവാലയത്തിലും, നമ്മൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്നവരാ. എത്ര നമ്മൾ നാട്ടുകാരുടെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും, നമ്മുടെ അയലോക്കക്കാരുടെ കാര്യങ്ങൾ ചോദിക്കും, അല്ലെ മക്കളുടെ കാര്യങ്ങൾ. ചില പെൺകുട്ടികൾ പള്ളിയിൽ പോകത്തില്ല, 30 വയസ്സായി 28 വയസ്സായി, പള്ളിയിൽ പോയിട്ട് ഇറങ്ങുമ്പോഴേ കല്യാണം ആയില്ലേ, ജോലി ആയില്ലേ, പഠിത്തം കഴിഞ്ഞിരിക്കുന്ന കൊച്ചിനോട് ജോലി ആയില്ലേ, ജോലി ആയില്ലേ എന്ന് ചോദിക്കുമ്പോ ആ കുട്ടിക്ക് ദേവാലയത്തിൽ വരാനുള്ള സാധ്യത വഴി ഇവർ അടച്ചു കളയുകയാണ്. എന്തിനു വല്ല കാര്യമുണ്ട്? ഈശോയെ കൊടുക്കാൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു അപ്പസ്തോല പ്രവർത്തനത്തിനകത്ത് 5-ാം അധ്യായത്തിന് 42 എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തുവെന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല, യേശുവിനെ കൊടുക്കാനായിട്ട്. ഒരു പെൺകുട്ടിയോട് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അവൾ 32 വയസ്സുകൊണ്ട് പോകത്തില്ല. കാരണം അവിടെ ചെല്ലുമ്പോ പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ അമ്മച്ചിമാര് ചോദിക്കും, കല്യാണം കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകത്തില്ല, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ആ ചോദ്യം താങ്ങാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചിരിയുണ്ട്, ആ ചിരി എനിക്ക് താങ്ങാൻ പറ്റാത്തില്ലാത്തതുകൊണ്ട് ഞാൻ ദേവാലയത്തിൽ പോകുന്നില്ല. ഇവിടെ അവരുടെ ദൈവാനുഗ്രഹത്തിന് ഈ അമ്മച്ചി എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുന്ന ഈ അമ്മച്ചി അല്ല അപ്പച്ചന് തടസ്സമായിട്ട് നിൽക്കും, ഒരു വ്യക്തി തടസ്സമായിട്ട് നിൽക്കുക. നമ്മൾ മരിച്ചു ചെല്ലുമ്പോ ഇതിന് ഉത്തരം പറയേണ്ടി വരത്തില്ലേ? ചിന്തിച്ചു നോക്കി. നമ്മൾ ആരെ കൊടുക്കണ്ടേ? യേശുവിനെ കൊടുക്കുവാൻ, യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുവാനുള്ള താല്പര്യമാണ് ഒരു ദൈവത്തില് പ്രകടമാകേണ്ടതെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തും. അന്വേഷണം. നമ്മൾ പുറത്തോട്ടിറങ്ങിയെന്ന ഞാനൊക്കെ പള്ളി കഴിഞ്ഞ് അന്നേരം ഓടി പള്ളിയൊക്കെ വണ്ടി കയറി പോകും. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ അതിന് മറുപടിയൊക്കെ പറയേണ്ടി വരും. കിട്ടിയ ദൈവാനുഗ്രഹം കൊണ്ട് വീട്ടിലോട്ട് പോകും. ചർച്ച നടത്തുമ്പോ അവിടെ പരദൂഷണമാകുക, അവിടെ ചില ദൈവികമല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ദൈവത്തിനെതിരായിട്ടുള്ള ചില പ്രവൃത്തികൾ നമ്മളിൽ വരുമ്പോ കിട്ടിയ ദൈവാനുഗ്രഹം ദേവാലയത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴേ നഷ്ടപ്പെടുക. ചിലർക്കത് ദേവാലയത്തിലേക്ക് വരാനുള്ള സാധ്യതയ്ക്ക് തടസ്സം, ഭംഗമേൽക്കുമെന്ന് അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ ആത്മാവ് വെളിപ്പെടുത്തി. ഇതാ കൊടുക്കണ്ട, ഈശോയെ കൊടുക്കാൻ. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ പുറകെ പോകണ്ട. കൊച്ചിന്റെ കല്യാണം നടന്നില്ല നമുക്ക് ഉറപ്പാ, എല്ലാ ദിവസവും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വെല്ലോ ആയോ എന്ന് ചോദിക്കുമ്പോ ഒന്നും ആയിട്ടില്ലാത്ത കൊച്ച് ഹൃദയം നുറുങ്ങി അവള് വീട്ടിലിരിക്കുക. ഈശോയെ കൊടുക്കാം. എനിക്ക് കിട്ടിയ ദൈവാനുഭവം അല്ല, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദേവാലയത്തിൽ വരുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ആൾത്താലൊക്കെ നിൽക്കുമ്പോൾ ചില വ്യക്തികളെ ഈശോ കാണിച്ചു തരും. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. അല്ല അവരോട് ചെന്നിട്ട് നിങ്ങൾക്ക് എന്നാണ്ട് വിശുദ്ധമാണോ, നിങ്ങൾക്ക് എന്നെ പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കാനല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം അവരെ കാണിച്ചു തരുക. നമുക്കറിയാം ആ ഇടവകയില് 3-4 പിള്ളേര് 10-30 വയസ്സായിട്ട് കല്യാണം നടക്കാതെ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം അത് വ്യക്തമായിട്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവര് കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ വിവരം നമ്മൾ അറിയോ, അല്ലെങ്കിൽ അവർ ആ ജീവിത പങ്കാളിയായിട്ട് ദേവാലയത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനുപരിയായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ദേവാലയത്തിൽ വരാതാകുക എന്നുള്ള ഒരു വലിയ സത്യം തിരിച്ചറിയുക. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ഈശോയെ കൊടുക്കുക. നമുക്ക് കിട്ടിയ ദൈവാനുഭവം നമ്മൾ പകർന്ന് കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് പൊതുജീവൻ പകർന്ന് കൊടുക്കുക. ദൈവം നമുക്ക് കിട്ടിയ അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഒരു ജീവിതം എത്ര കാലം ജീവിച്ചവരാ, നമുക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവരോട് വേറെ ഒന്നും അന്വേഷിക്കേണ്ടെന്നേ, ചെയ്യാൻ പറ്റുന്ന നന്മകള് നമ്മൾ ചെയ്യുക. ഈശോ ചെയ്തതാ. കുഷ്ഠരോഗി ഈശോയോട് ചോദിക്കുമ്പോൾ അവിടെ നന്മ ചെയ്തേ, ആ കുഷ്ഠരോഗം സുഖപ്പെടുത്തി. ആവശ്യപ്പെട്ടവർക്കല്ല, ആഗ്രഹിച്ചവർക്കല്ല, ഹൃദയത്തിൽ ആഗ്രഹിച്ചവർക്കല്ല, നന്മ ചെയ്തുകൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലൂടെ കടന്നുപോയത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്യജീവിതം മുഴുവൻ ഈശോ നന്മ ചെയ്തുകൊണ്ടാ പോയി. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ദൈവജനത്തെ പഠിപ്പിച്ചുകൊണ്ടാണ്, സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ട്, നന്മയെക്കുറിച്ച് നന്മ കൊടുത്തുകൊണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട്, ദൈവിക ജീവൻ പ്രദാനം ചെയ്തുകൊണ്ട് ഈശോ ഈ ഭൂമിയിലൂടെ കടന്നുപോയി. ആ കടന്നുപോയ യേശു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്ന് നമ്മളിൽ വ്യാസിച്ചുകൊണ്ട് അനേകർക്ക് നന്മയുള്ള സാധ്യത, സ്വർഗീയമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യത ഇന്നും നമ്മളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ?
വിശ്വാസത്തോടെ വിളിക്കാമോ? ബാംഗ്ലൂരുള്ള ഒരു സഹോദരൻ അവിടെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, നമ്മുടെ ആളുകൾ പോലുമല്ല. അപ്പൊ അതൊന്ന് അന്വേഷിച്ച് പറയാവോ എന്ന് ചോദിച്ചു. അത് കൃത്യസമയത്ത് അതിന്റെ കാര്യങ്ങൾ ചെയ്തില്ല. ഇവിടെ നന്മയാ, അവർക്കതൊന്നും അറിയാനുള്ള ആഗ്രഹം. ആ കൊച്ചിന്റെ ഒരു വർഷത്തെ ഭാവി പോവാ, അത് ചെയ്തു കൊടുക്കാൻ അതൊന്ന് അന്വേഷിച്ച് ഒന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങള്, നന്മ ചെയ്യാനുള്ള സാധ്യതകള് നമ്മൾ ചെയ്യുമ്പോ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വരുമോ? നന്മ ചെയ്തുകൊണ്ട് ഈ ഭൂമി ഈശോ ജീവിച്ചു. പരസ്യജീവിതം മുഴുവൻ നന്മയുടെ ജീവിതം. നമുക്ക് എഴുന്നേറ്റ് ദിവസസന്നദ്ധിയിൽ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത് നന്മ മാത്രമാണ്. തിന്മയെ പരാജയപ്പെടുത്തുന്ന ദൈവത്തിന്റെ നീതിയാണ് ആ ഹൃദയത്തിൽ നിന്ന് ജീവനായി മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കപ്പെടുന്നത്. ആ ദൈവിക ജീവനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പുരോഹിതൻ വിശുദ്ധ ജലത്താല് നമ്മളെ വിശുദ്ധീകരിക്കുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ഈശോയുടെ സാന്നിധ്യം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. സ്വതന്ത്രമായിട്ട് സ്വരം ഉയർത്തി നന്നായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. നഗരവീതിയുടെ മധ്യത്തില് നദിയുടെ ഇരുഭാഗങ്ങളിലായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനങ്ങളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ്. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്നുണ്ട്, സിംഹാസനം അതിലുണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടങ്ങളിൽ ഉണ്ടായിരിക്കും. ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദീപത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴും. കരം ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ പ്രകാശം നമ്മളായിത്തീരുവാനായിട്ട്, ദൈവത്തിന്റെ പ്രകാശത്തിലായിത്തീരുവാൻ, ആ പ്രകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനേകരിലേക്ക് ആ പ്രകാശം പകരപ്പെടുമെന്ന് സുവിശേഷം നമ്മെ, വെളിപാട് ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദീപത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. സൂര്യന്റെ പ്രകാശം ഒന്നും നമുക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ വിളിക്കാമോ? ഈശോയെ. ഉച്ചിതനായ യേശുവിനെ വിളിക്കാമോ? ഈശോയെ. സർവശക്തനായ ദൈവത്തെ വിളിക്കാമോ? ഈശോയെ. അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? ഈശോയെ. ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെ. ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയുന്നു. പോരെ 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 പോരെ. നന്നായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഉദ്ധിതന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഉദ്ധിതന്റെ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയെ. ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? ഈശോയെ. നമുക്ക് സമർപ്പിക്കാം. സമർപ്പണത്തിന്റെ സമയമായി. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ കാഴ്ചയെക്കൊണ്ട് സമ്പത്തിനെ സമർപ്പിച്ചുകൊണ്ട് ഈ സമർപ്പണം ഒരു അനുഗ്രഹമായിട്ട് മാറുകയും ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയെ 7 ഇരട്ടിയായിട്ട് തിരികെ തരാമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രഭാഷകൻ 35 വ്യക്തമായിട്ട് അവിടുന്ന് പറയുക, മുഖം വാടാതെ മനം തുറന്ന് കർത്താവിന് കൊടുത്താൽ കർത്താവ് അത് 7 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാഗ്ദത്ത ഭൂമി ഇസ്രായേൽ ജനത്തിന് കൊടുത്തുവെങ്കിൽ ഈ വാഗ്ദാനം ഇന്ന് നമ്മളിൽ
നിറവേറുമെന്നുള്ള വിശ്വാസത്തോടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ സമർപ്പണത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന തമ്പുരാന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ദിവ്യ സ്നേഹത്താൽ ആ വലിയ ആനന്ദത്താൽ ഞാനും നിങ്ങൾ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ, ഞാൻ അവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ, കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലോ, കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. യേശുനാഥന്റെ വരവടുത്തു പോയി, മാനസാന്തരത്തിന്റെ സമയമായി. യേശുനാഥന്റെ വരവടുത്തു പോയി, മാനസാന്തരത്തിന്റെ സമയമായി. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. തിരുവോസ്വരൂപനായ യേശുനാഥൻ, ആ സ്നേഹത്തിന്റെ പൂർണ്ണത, തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദൈവിക ജീവൻ, അവസാനത്തുള്ള രക്തം കണ്ണുകളടച്ച് ആഗ്രഹിച്ച് ഈശോയെ, ആ രക്തമാണ് സകല പാപങ്ങളിൽ നിന്നും, സകല ശാപങ്ങളിൽ നിന്നും, സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ സ്വതന്ത്രമാക്കിയത് ദൈവത്തിന്റെ അവസാനത്തുള്ള രക്തം, യേശുവിന്റെ രക്തം. ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ഈശോയെ, ആ രക്തമാണ് എൻ്റെ ജീവിതത്തെ നേടിയെടുത്തത്, അവസാനത്തുള്ള രക്തം. ആ രക്തം പോലും തരുവാൻ പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ആ അവസാനത്തുള്ള രക്തം പോലും നമുക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ ചിന്തിയ ആ തിരുഹൃദയത്തെ സ്നേഹിച്ചുകൊണ്ട്, ആ സ്നേഹത്തില് പങ്കുചേർന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാനുള്ള ഒരു വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? തിരുഹൃദയത്തിൽ നിന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഇന്നയോളം എന്നെ നടത്തി ദൈവമേ, ഇന്നയോളം
പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, ദൈവമേ അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. അനുതാപത്തോ കണ്ണുനീരോട് നമുക്ക് പാപിനിയായ സ്ത്രീ യേശുവിന്റെ പാദാന്തികത്തിൽ കിടന്നുകൊണ്ട് കണ്ണുനീരുകൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ചു എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ സ്നേഹം, ദിവ്യസ്നേഹം അനുഭവിച്ച പാപിനിയായ സ്ത്രീ പരിപൂർണമായിട്ട് അവരുടെ ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് ആ ദൈവിക ജീവനാൽ അവൾ വീണ്ടെടുക്കപ്പെട്ടു. ഈശോയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച ഒരു കൽക്കൂമ്പാരമാകേണ്ടവൾ അവളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ അവൾ കണ്ടുമുട്ടിയത് ഉയർത്തെഴുന്നേറ്റ മിശിഹായ. ആ മിശിഹായുടെ സ്നേഹം അവൾ അറിയുകയാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ വലതുവശതുഭൂഷനായിരിക്കുന്ന അനന്തമായ കാരുണ്യത്തിനെ നമുക്ക് അറിഞ്ഞോ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ആ കാരുണ്യത്തോട് ഇതാ ഞങ്ങൾ ചേർന്ന് നിൽക്കുകയും ആ ശരീരത്തോട്, ആ രക്തത്തോട്, ആ തിരുഹൃദയത്തോട് ഇതാ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടും വീണ്ടും വീണ്ടെടുത്തുകൊണ്ട് പുതിയൊരു വ്യക്തിയാക്കി ഈ ശിലാഹൃദയത്തെ കർത്താവെ മാംസള ഹൃദയമാക്കി അവിടുന്ന് രൂപപ്പെടുത്തുമ്പോൾ കടന്നു വരുന്ന മരണത്തെ പോലും പരാജയപ്പെടുത്തിയവൻ എൻ്റെ ഉള്ളാലെ കടന്നു വരുമ്പോൾ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ബന്ധനങ്ങളും എന്നെ അധീനമാക്കുവാൻ സാധ്യമല്ല. ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ഇതാ നമ്മുടെ ശരീരത്തിൽ ഇതാ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആ സ്നേഹം, ഈശോയുടെ സ്നേഹം അത് ശരീരത്തിൽ പ്രകടമായി. പത്രോസിനെ ജയിലറയിൽ അടയ്ക്കുമ്പോൾ അവർ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് ഈ ദൈവസ്നേഹത്താൽ, ആ വലിയ ആനന്ദത്താൽ, ആ സമാധാനത്തിൽ അവർ കടന്നുറങ്ങുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് അവരെ ഉണർത്തി ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരെ വീണ്ടും നവജീവന്റെ വചനങ്ങൾ പ്രഘോഷിക്കുവാൻ ശക്തി കൊടുക്കുന്ന ഒരു ദൈവം ഈ അൾത്താരയിലോ ഈ പരിശുദ്ധ കുർബാനയിലോ ഇന്നും ജീവിക്കുന്ന മക്കളെ കരമേർത്തി വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, അനുതാപത്തോടെ വിളിച്ച് പുതുജീവൻ നൽകുന്ന, നവജീവൻ നൽകുന്ന ഈ ദൈവത്തെ കർത്താവ് വീണ്ടും ജീവിക്കുവാൻ ഈ ഭൂമിയിൽ അവസരം തരുന്ന ഈ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയേ, എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയേ, ഉച്ച സ്വരത്തിൽ വിളിക്കാമോ? ഈശോയേ. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആമേൻ ആകാശത്തിൻ കിളി വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. ചേർന്ന് പാടിക്കേ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ.
കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, അനുതാപത്തോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കും. ഈശോയെ, എന്നോട് കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഓരോ ജീവിതങ്ങളുടെ മേലും കർത്താവിന്റെ കാരുണ്യം വർഷിക്കപ്പെടുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തടവറകളെ ഭേദിച്ച ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുന്നുണ്ട്. അനുതാപത്തോടെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഒന്ന് വിളിച്ച് ഈശോയെന്ന് വിളിച്ച് ഞാനിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, ഇല്ലായ്മകളിൽ നിന്ന്, മരണതുല്യമായ നൊമ്പരങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങൾക്ക് വിടുതൽ നൽകി ഞങ്ങളുടെ ആശ്വാസം തരുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കരമേറ്റ് ഒറ്റ വിളി ഈശോയെന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ, ദൈവമേ കൊടുമ്പയിലതിൽ തണലുമാവൻ. എന്റെ യേശു എത്ര വല്ലഭൻ. ചേർന്ന് പാടിക്കേ. കൊടുമ്പയിലതിൽ തണലുമാവൻ, എന്റെ യേശു എത്ര വല്ലഭൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു വന്നിടുമ്പോ തിരുമാർവോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും. എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു വന്നിടുമ്പോ തിരുമാർവോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും. എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര നല്ലവൻ. യേശുവേ വിളിക്കാമോ? യേശുവേ 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 യേശുവേ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ തിരുവചനം. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ താർക്കുവാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യമാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത്
പൂർത്തിയാകുവാൻ വേണ്ടിയായിരുന്നു സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്തിൽ പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. മറ്റൊരു തിരുവെഴുത്തിൽ പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നമ്മൾ നോക്കി നിൽക്കും. കരങ്ങൾ ഉയർത്തി നോക്കി നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? എഴുന്നേറ്റ് നിൽക്കാം. നന്നായിട്ട് കരമടിച്ച് നന്നായിട്ട് പാടാം. കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിടും ഞങ്ങൾ, വിജയം നേടിടും. കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിടും ഞങ്ങൾ, വിജയം. കരമൊളി ഉയർത്തിയടിച്ച് ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. കരമടിച്ച് വലിയ വിശ്വാസത്തോടെ ദൈവകൽപ്പന കാത്തിടാം, യേശുവിൻ സാക്ഷികളാകാം. ദൈവകൽപ്പന കാത്തിടാം, യേശുവിൻ സാക്ഷികളാകാം. ശക്തരായിടും ഞങ്ങൾ, ശക്തരായിടും, ശക്തരായിടും ഞങ്ങൾ, ശക്തരായിടും. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. കരമൊളി ഉയർത്തിയടിച്ച് ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. കരമടിച്ച് വലിയ വിശ്വാസത്തോടെ കർത്താവിന്റെ ആത്മാവ് ദൈവജനത്തിന്റെ മേൽ ആവസിക്കപ്പെടുവാൻ, ദൈവിക രക്തത്താൽ കഴുകപ്പെട്ട് ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുവാൻ, ദൈവിക രക്തത്താൽ കഴുകപ്പെട്ട് ആത്മാവിനാൽ പൂരിതരാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ നന്നായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം, 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 സ്തുതിക്കാം. അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ. അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. പാപികളും അയോഗ്യരുമായിരിക്കുന്ന ഞങ്ങളുടെ പാപങ്ങളെ കണക്കിലെടുക്കാൻ, അയോഗ്യതകളെ കണക്കിലെടുക്കാൻ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾ പ്രകടമാക്കുന്നതിനോർത്ത് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? രക്ഷകനെ വിളിക്കാമോ? രക്ഷിക്കുന്നവനെ വിളിക്കാമോ? രക്ഷിച്ചവനെ വിളിക്കാമോ? രക്ഷക എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പശ്ചാത്താപത്തിൻ ഹൃദയത്താലും എളിമയുടെ ആത്മാവിനാലും, പശ്ചാത്താപത്തിൻ ഹൃദയത്താലും എളിമയുടെ ആത്മാവിനാലും
വിജയം നേടിടും ഞങ്ങൾ, വിജയം നേടിടും, വിജയം നേടിടും ഞങ്ങൾ, വിജയം നേടിടും. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. ക്രൂശിതന്റെ ഉത്ഥാനത്താലും വിശുദ്ധ കുരിശിന്റെ അടയാളത്താലും, ക്രൂശിതന്റെ ഉത്ഥാനത്താലും വിശുദ്ധ കുരിശിന്റെ അടയാളത്താലും വിജയം നേടിടും ഞങ്ങൾ, വിജയം നേടിടും, വിജയം നേടിടും ഞങ്ങൾ, വിജയം നേടിടും. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ 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 ഹല്ലേലൂയ, എന്റെ ദൈവമേ. കരങ്ങൾ ഉയരട്ടെ സ്വർഗ്ഗത്തിലേക്ക്, സ്വയം വിളിച്ച് പ്രാർത്ഥിക്കുന്ന യേശുനാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരങ്ങളും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നു. യേശുവിന്റെ നാമം മഹത്വപ്പെടുന്നു. യേശുനാമത്തില് അനേകം അടയാളങ്ങള്, അനേകം അത്ഭുതങ്ങള് ഇതാ ഈ സമൂഹത്തില് വലിയ മാനസാന്തരം ഇപ്പോൾ സംഭവിക്കുന്നു. വിശുദ്ധിയോടെ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തുന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? നന്ദി പറയാം. ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഈശോയുടെ സന്നദ്ധയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് നന്ദിയോടെ ആയിരിക്കുവാൻ പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കുവാൻ, നിത്യനാശം സംഭവിക്കാതിരിക്കുവാൻ നിത്യജീവൻ പ്രദാനം ചെയ്തൊരു ദൈവം നമുക്കുണ്ട്. അടിമകളായിട്ട് കഴിയുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവന്നത് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ആരാധിപ്പിച്ച്. മക്കളെ, മരുഭൂമി അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആരാധിക്കുവാനാണ്. ബലിയർപ്പിച്ച ദൈവത്തെ ആരാധിക്കുക. ദൈവം നമ്മളെ വിളിക്കുക. മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജോലി നഷ്ടപ്പെടും. കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. വിവാഹം നടക്കാനായിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല. കടബാധ്യത അത് മാറിപ്പോകാൻ തോന്നുന്നില്ല. ജപ്തി ഒഴിവാകുന്ന ഒരു സാധ്യത ഇതുവരെ കാണുന്നില്ല. കർത്താവ് ഇടപെടുക. ഈ മക്കളുടെ മേൽ കർത്താവിൻ്റെ ഇടപെടൽ ഒരിക്കലും സംഭവിക്കത്തില്ല. തീരുവ, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു പോകാമെന്ന് ചിന്തിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ ജീവൻ വ്യാപരിക്കപ്പെടുകയും പുനരുദ്ധാനത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. പറയുന്നുണ്ട്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്.
വിശ്വസിച്ച് മക്കളെ, ഈശോയെ വിശ്വസിച്ച്, ഈശോയെ സ്നേഹിച്ച്, ഹൃദയത്തെ സ്നേഹിച്ച്. പിതാവിൻ്റെ സ്നേഹം എത്ര വലുതാ. അടിമകളായിട്ട് ഇസ്രായേൽ ജനം കിടക്കുന്ന കണ്ടപ്പോൾ ദൈവത്തിന് സഹിച്ചില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇസ്രായേൽ ജനത്തിന്റെ ദീനരോധന സ്വർഗത്തിൽ കേട്ടപ്പോ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വന്ന് ഹൊറേബ് മലയുടെ മുകളില് മോശയെ ആകർഷിച്ചുവെങ്കിൽ ഈ പരിശുദ്ധമായ മന്ദിരത്തിനുള്ളില് ഈശോ നിങ്ങളെ ആകർഷിക്കുക. ഈശോയെ ആകർഷിക്കുവാൻ അവിടുന്ന് പരിശുദ്ധ കുർബാനയായിട്ട് ഇതാ അൾത്താരയിൽ സന്നിഹിതനാണ്. ഇസ്രായേലിന്റെ വേദന ഇല്ലാതാക്കുവാൻ, ഇസ്രായേലിന്റെ രോഗങ്ങളെ നിർമാർജനം ചെയ്യുവാൻ ദൈവമായ കർത്താവ് കൽപ്പിച്ചു, നിങ്ങൾ എന്നെ ആരാധിക്കണം. ഭക്ഷ്യവും പാനീയത്തിന് പോലും ദാരിദ്ര്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. ഗർഭഛിദ്രമുണ്ടെങ്കിലോ വന്ധ്യത ഉണ്ടാകുന്നുണ്ടെങ്കിലോ അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ഇതൊന്നും സംഭവിക്കത്തില്ല. നിങ്ങളുടെ ആയുസ് തീർന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലോ കർത്താവ് പറയുന്നു, അവിടുത്തെ ആരാധിച്ചാൽ ദീർഘായുസ് നൽകും. ഈ ദൈവം ഇതാ ഈ അൾത്താരയിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഈ പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. അവർ കുത്തി മുറിവേൽപ്പിച്ചവനെ നിങ്ങൾ നോക്കി നിൽക്കും. നോക്കി നിന്നാ മതി മക്കളെ, ഈശോയെ നോക്കിയിരുന്നാ മതി, ഈശോയെ നോക്കി നിന്നാ മതി എന്ന് തിരുവെഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുക. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക, തിരുവെഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുക. കുത്തി മുറിവേൽപ്പിച്ചവനെ, അവർ കുത്തി മുറിവേൽപ്പിച്ചവനെ ഞാനും നിങ്ങളും നോക്കി നിൽക്കുമ്പോ അവനിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവിക ജീവനാണ്. നിന്റെ ജീവനില്ലാത്ത അവസ്ഥകളിലേക്ക്, ജീവിതത്തിലേക്ക് ദൈവം ജീവൻ പ്രദാനം ചെയ്തുകൊണ്ട്, ഒരു പുതുജീവൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അവൻ പരിശുദ്ധ കുർബാനയിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സന്നിഹിതനാണ്. വിശ്വാസത്തോടെ ചങ്കു തുറന്ന് ജീവൻ നൽകിയ ഒരു ദൈവം ഈ അൾത്താരയില്, ഈ പരിശുദ്ധ കുർബാനയില്, ഈ അപ്പത്തുണ്ടിനുള്ളില് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്നും ചങ്കു തുറന്നുകൊണ്ട് ആ ജീവൻ നൽകിക്കൊണ്ട്, ആ സ്നേഹം നൽകിക്കൊണ്ട് അവിടെ നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈശോ ഈ അൾത്താരയില് സന്നിഹിതനാണ്. നോക്കി വിളിക്കാമോ? നോക്കി നിന്നുകൊണ്ട് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പുതുജീവൻ ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കാമോ? ജീവൻ ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കാമോ? ഒരു നല്ല ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കാമോ? ഒരു നല്ല ജീവിത പങ്കാളി ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കാമോ? നല്ല കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഒരു നല്ല ഭവനം ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കാമോ? ഒരു നല്ല കൃഷിയുടെ ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കാമോ? നല്ല ബിസിനസ് ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കാമോ? നല്ല ജോലി സാധ്യതകൾ ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കരങ്ങളടിച്ച് പാടാം. കരമടിച്ച് വലിയ വിടുതൽ ആഗ്രഹിച്ചു, വലിയ സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട്, വലിയ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട്, വലിയ സുരക്ഷിതത്വം ആഗ്രഹിച്ചുകൊണ്ട് വേലികെട്ടി സംരക്ഷിക്കുന്ന ഒരു ദൈവം, ജോബിനെയും ജോബിനുള്ളതിനെയും അനുഗ്രഹിച്ചൊരു ദൈവം, ഇരട്ടി കൊടുത്ത് അനുഗ്രഹിച്ചൊരു ദൈവം, സഹനത്തിന്റെ തീച്ചൂടയില് എരിയുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിച്ചുകൊണ്ട് ഇതാ വലതുവശത്ത് അവൻ ഉപേക്ഷനാണ്. ഒരുവൻ പോലും പതറിപ്പോകാതിരിക്കുവാൻ യേശു ഓരോ മകന്റെയും മകളുടെയും വലതുവശത്ത് അവിടുന്ന് ഉപേക്ഷനാണ്. കരമേർത്ത് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. ആരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും
സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അഭിഷേകത്തോടെ കരമടിച്ച് പാടിക്കും. ആർക്കും വിശ്വസിക്കാനാവാം ഒരു പ്രവൃത്തി കർത്താവ് ഈ നാളുകളിലോ ഈ നിമിഷങ്ങളിലോ ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ഇടയിലോ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഈശോ പ്രവർത്തിക്കാൻ പോവുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഓരോ ജീവിതങ്ങളെയും അവിടുന്ന് കരങ്ങളിലെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ഹൃദയത്തിലെ രക്തത്താൽ ഓരോ മകനെയും പുതിയ മകനായി പുതിയ മകളാക്കി അവിടുന്ന് രൂപപ്പെടുത്തിക്കൊണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകിയ ആ തമ്പുരാന്റെ സ്നേഹം ഇതാ നമ്മോട് കൂടെ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിച്ച്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം കർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവരവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടാവുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കരമുയർത്തി ദൈവജനം ഒന്നു ചേർന്ന് ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. കരമടിച്ചു പാടാം. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കരമടിച്ച് വലിയ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ദൈവജനം ഒന്നു ചേർന്ന ആത്മാവിന്റെ നിറവില് അത്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തില് ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നു. എന്റെ പ്രശ്നങ്ങള്, എന്റെ പ്രതിസന്ധികള്, എന്റെ ഇല്ലായ്മകള് എല്ലാം പരിഹരിച്ച ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തില് കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും തകർക്കുന്ന, എല്ലാ പൈശാചിക വീടുകളും ഇല്ലായ്മ ചെയ്ത ഒരു ദൈവം എന്നോടൊപ്പമുണ്ടോ. ആ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ചേർന്ന് വിളിക്കാമോ? ഉച്ചസ്വരത്തിൽ വിളിക്കാമോ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശുവിനെ വിളിക്കാമോ? അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയെ വിളിക്കാമോ? വിടുതൽ നൽകുന്ന ദൈവത്തെ വിളിക്കാമോ? സൗഖ്യം തരുന്ന ദൈവത്തെ വിളിക്കാമോ? അഭിഷേകം തരുന്ന ദൈവത്തെ വിളിക്കാമോ? പഠിച്ചു പാടാം. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തീരിപ്പുണ്ടു ദൈവ പൈതലേ. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തീരിപ്പുണ്ടു ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കരമൊടിയടിച്ച് പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കരമടിച്ച് പാടി വലിയ ആനന്ദത്തോടെ വലിയ അഭിഷേകത്തോടെ പാടി പാടി ചരിഞ്ഞിരിക്കും മതിലെന്നോ ഒളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ. ചരിഞ്ഞിരിക്കും മതിലെന്നോ ഒളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ. നിന്ദനം കേട്ടിടത്തു നിന്നെ ഉയർത്തി ഉന്നതനാമേശു ഒരു പ്രവൃത്തി ചെയ്യും.
എടുത്തു നിന്നെ ഉയർത്തി. ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയൊന്ന് ഈശോ ചെയ്യാൻ പോകുന്നു. ഈശോ ചെയ്യുന്നു. ഈശോ ചെയ്യാൻ പോകുന്നു. ഈശോ പ്രവർത്തിക്കുന്നു. ഈശോ ചെയ്യാൻ പോകുന്നു. ഓരോ മകനിലും മകളിലും ഈശോ ചെയ്യാൻ ഈശോ പ്രവർത്തിക്കുന്നു. ഈശോ ചെയ്യാൻ പോകുന്നു. ഈശോ ചെയ്യുന്നു. വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ, വലിയ സൗഖ്യങ്ങൾ, വലിയ സമാധാനം, വലിയ ശാന്തത ഈശോ ചെയ്യാൻ പോകുന്നു. ഈശോ ചെയ്യാൻ പോകുന്നു. ഈശോ ചെയ്യാൻ പോകുന്നു. നടക്കുന്നു. രോഗികളെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധയുള്ളവരെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. തകർന്ന മനസ്സ് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. അനുഗ്രഹിക്കുന്നു ഈശോ, അനുഗ്രഹിക്കുന്നു ഈശോ, അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ മഹത്വം കാണാൻ സാധിക്കും. ഈശോ പറയുക, എത്ര ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വഹിച്ച അവസ്ഥയാണെങ്കിലും നീ കർത്താവിൽ വിശ്വസിച്ച, നിന്റെ ദൈവമായ കർത്താവിൽ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, അപ്പസ്തോലന്മാർ ആരാധിച്ചതുപോലെ നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ ആ ഒരു വലിയ വിഷയം, സഹീവൻ മാളിക മുറിയിൽ 10 ദിവസത്തോളം അവർ ഭക്ഷണമൊന്നുമില്ലാതെ അവരാഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവൻ പോയതുപോലെ തന്നെ അവൻ്റെ അഭിഷേകം തിരിച്ചു വരും നമ്മളിലേക്ക്. ഈശോയുടെ സാന്നിധ്യം, ഈശോയിലുണ്ടായിരുന്ന ശക്തി, പരിശുദ്ധാത്മാവ് കൊടുത്ത അഭിഷേകം, അത്യുന്നത ദൈവം കൊടുത്ത സാന്നിധ്യത്തിൻ്റെ ശക്തി, അത് പോയതുപോലെ തന്നെ മടങ്ങി നമ്മളിലേക്ക് വരും. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് 12 അപ്പസ്തോലന്മാരിൽ വെളിപ്പെട്ട പരിശുദ്ധാരൂപിയുടെ വലിയ അഭിഷേകം ഒരു ദിവസമല്ല പ്രാർത്ഥിച്ചത്, 2 ദിവസമല്ല, പെന്തക്കോസ്താദിനമാഗതമാകുന്നതുവരെ അതിൻ്റെ കാലോ സമയമോ ഒന്നും നിങ്ങൾ അറിയണ്ട. യേശു പറയുക ശിഷ്യന്മാരോട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേം മുഴുവൻ വചനം നിറയും. യൂദയ മുഴുവനിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തി വരെ വചനം നിറയ്ക്കാനായിട്ട് ജെറുസലേം നിറഞ്ഞതുപോലെ വചനം നിറയപ്പെടുമെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ പറയുക, മക്കളെ, 1-ാം അധ്യായം പോയതുപോലെ തന്നെ തിരിച്ചു വന്ന് ആ അഭിഷേകത്തെ നമ്മളെ നിലനിർത്തും. ജെറുസലേം മുഴുവൻ വചനം നിറയും. ക്രിസ്തുവിൻ്റെ പ്രബോധനം കൊണ്ട് ലോകം മുഴുവൻ നിറയപ്പെടണം. സ്വർഗത്തിലെ ആഗ്രഹത. എൻ്റെ അതിരത്തിലൂടെ എല്ലാം വരേണ്ടത് വചനമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മകൻ്റെയും മകളിലൂടെയും അവരുടെ ജീവിതത്തിലൂടെ കർത്താവ് വെളിപ്പെടണം. കർത്താവിൻ്റെ വചനം പുറത്തു വരണം. ആ വചനം ജെറുസലേം മുഴുവൻ, എൻ്റെ വീട് മുഴുവൻ നിറഞ്ഞ്, ജെറുസലേം യൂദയ മുഴുവൻ നിറഞ്ഞ് സമറിയായിലേക്ക് വ്യാപരിച്ച് ലോകത്തിൻ്റെ അതിർത്തി വരെ കർത്താവിൻ്റെ വചനം എന്നിലൂടെ വ്യാപരിക്കപ്പെടണം. ദൈവത്തിൻ്റെ ആഗ്രഹം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയും, വന്നു കഴിഞ്ഞ രക്ഷപ്പെട്ടു, ശക്തി പ്രാപിക്കും, നിന്റെ ഭവനം വചനത്താൽ നവീകരിക്കപ്പെടും, ജെറുസലേം വചനം കൊണ്ട് നിറയും. ക്രിസ്തുവിന്റെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറഞ്ഞ ഭവനം നിറയും. നിന്റെ അയൽക്കാരെല്ലാം തിരിച്ചറിയും, അവരിലെല്ലാം വചനം നിറയും. അതിനടുത്ത പ്രദേശങ്ങളിലേക്ക് നിന്നിലൂടെ വചനം വ്യാപരിക്കപ്പെടും. ലോകത്തിന്റെ അതിർത്തി വരെ ഈ വചനം കടന്നു ചൊല്ലും. കർത്താവിന്റെ വചനമാണ്, ദൈവത്തിന്റെ വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ അതിർത്തി വരെ നമ്മളിലൂടെ വചനം വ്യാപരിക്കപ്പെടണം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, എന്നിലൂടെ സംഭവിക്കുന്നുണ്ടോ? എന്നിലൂടെ ക്രിസ്തു അനേകർക്ക്
വെളിപ്പെടുന്നുണ്ടോ? എന്നിലൂടെ ക്രിസ്തു സാന്നിധ്യം പകരപ്പെടുന്നുണ്ടോ? റൂഹാഭിഷേകം വ്യാപരിക്കപ്പെടുന്നുണ്ടോ? എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെന്നപ്പോ അഭിവാദന സ്വരം കേട്ടപ്പോ ആ വീട് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയപ്പെട്ടു. ഞാൻ അഭിവാദനം ചെയ്യുമ്പോ അതുപോലെ സംഭവിക്കുന്നുണ്ടോ? ഉദരത്തിലായിരുന്ന ശിശു സ്നാപക യോഹന്നാൻ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്നാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു ഗർഭസ്ഥ ശിശുവുള്ള വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, ഗർഭിണിയുടെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ അഭിവാദന സ്വരം കേൾക്കുമ്പോ കുഞ്ഞ് അഭിഷേകം പ്രാപിക്കാൻ തക്കവിധം നീ അഭിഷേകമാണോ? പരിശുദ്ധ അമ്മയെ പോലെ അപ്പസ്തോലന്മാരെ പോലെ നീ അഭിഷേകമാണോ എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുക. ഈശോ ചോദിക്കുക, ദൈവം ചോദിക്കുക. ആഗ്രഹിച്ച് ഓരോരുത്തരും ആഗ്രഹിച്ച്, വേറെ ഒന്നും ആഗ്രഹിക്കേണ്ടത്. ചങ്ങലകളെ തകർക്കുന്ന അഭിഷേകം, ജയിലറുകളെ ഭേദിക്കുന്ന അഭിഷേകം, ജയിലറുകളെ ഇല്ലായ്മ ചെയ്ത പൗലോസും ശീലാസും കടന്ന ജയിലറ പോലും ഇല്ല. അവിടെ ഭൂകമ്പം ഉണ്ടായി, ഇതെല്ലാം തരിപ്പണായിപ്പോയി. കടത്താനായിട്ട് ഇങ്ങി പിടിച്ചിടാനായിട്ട് ജയിലില്ല. പ്രിയ ദൈവജനമേ, നിന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളും നിന്നെ തകർത്തിരിക്കുന്ന തകർച്ചകളും നിന്നെ വിട്ടൊഴിഞ്ഞു പോയാൽ പിന്നീട് ഒരിക്കലും നിന്നിലേക്ക് തിരിച്ചു വരത്തില്ല. നിന്നെ കാരാഗൃഹവാസത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി ഇടാനായിട്ട് അവിടെ ഒരു സാധ്യതയില്ല എന്ന് കർത്താവിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കരങ്ങളൊന്ന് ഉയർത്തിക്കുക മക്കള്, സ്വരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്നുള്ള എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്നെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നിലുള്ള പാപാവസ്ഥകൾ എന്നെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ ജഡിക താല്പര്യങ്ങള്, ജഡത്തോടുള്ള ഇഷ്ടം അതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? എല്ലാവരും മാക്സിമം സ്വരത്തിലോ അധരം വിട്ടുകൊടുത്തുകൊണ്ടോ നാവിനെ വിട്ടുകൊടുത്തുകൊണ്ടോ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരം അടിച്ചു നന്നായിട്ട് പാടിക്കും എല്ലാവരും. വലിയ ആഗ്രഹത്തോടെ ക്ഷീണവും തളർച്ചയും മടിയും അലസതയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അകന്നു പോകണം. നമ്മളെല്ലാവരും ഉന്മേഷഭരിതരായി ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറ്റപ്പെടണം. ദൈവിക ആനന്ദം നമ്മുടെ ഹൃദയതലങ്ങളിൽ വ്യാപരിക്കപ്പെടണം. എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തൻ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുക. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിക്കാം. ചേർന്ന് പാടിക്കേ. അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ, അഭിഷേക മഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ, അഗ്നി നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ, അഗ്നി നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ, ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ, ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ, എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ, അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ, അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. കരമൊഴി അടിച്ച എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ, എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ, അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ.
ചേർന്ന് അണയാനാവാത്ത തീയാണ്, ആത്മാവിൻ തീയാണ്. വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കും. അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം, ഗുഹാഭിഷേകം ദൈവജനത്തില് വെളിപ്പെടുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അധരം തുറന്ന് ഹൃദയം തുറന്ന് ദൈവസന്നിധിയില് പ്രാർത്ഥിച്ച് ഓരോ മകനുമാണ് പ്രാർത്ഥിച്ച് ഈശോ കാൽവരിയുടെ നെറുകയില് മരക്കുരിശി കിടക്കുമ്പോ, വേദനയുടെ മധ്യത്തിൽ കിടക്കുമ്പോ നമ്മളെ മറന്നുപോയൊരു ദൈവമല്ല. ആ യേശു നമ്മളെ കുറിച്ച് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് അവർ മനഃപൂർവ്വമല്ല, അവരറിയുന്നില്ല, അവർ ചെയ്യുന്നതെന്ന് അവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ക്ഷമയുടെ പൂർണ്ണതയിൽ ദൈവം നമ്മളെ വീണ്ടെടുത്ത ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? നമ്മെ മറക്കാത്തൊരു ദൈവം, കാൽവരിയുടെ നെറുകയില് നമ്മളാൽ മുറിക്കപ്പെട്ട ആ ശരീരത്തില് ആയിരുന്നുകൊണ്ട് ഈശോ നമ്മളെ മറന്നുപോയില്ല. ഈശോ പറഞ്ഞു, ഇവരെന്നെ അടിച്ചത്, ഈ താടി വീശ വലിച്ചു പറിച്ചത്, ഈ കുരിശെടുത്തിന്റെ തോളിലേക്ക് വെച്ചു തന്നത് ഇവര് മനഃപൂർവ്വമല്ല, ഇവരറിഞ്ഞുകൊണ്ടല്ല. അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച ഒരു ദൈവം ഈ പരിശുദ്ധ കുർബാനയിലുണ്ടോ? വിളിക്കാമോ? ഈശോന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. കരമടിച്ച് ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. അസ്ഥി സൈന്യമാകും കാറ്റായി വാ, തേജസ്സായി എന്നിൽ വാ. അസ്ഥി സൈന്യമാകും കാറ്റായി വാ, തേജസ്സായി എന്നിൽ വാ. കരമൊളി കത്തിയടിച്ച എന്റെ ദൈവം തീയാണ്, മഹത്വത്തിൻ തീയാണ്. എന്റെ ദൈവം തീയാണ്, മഹത്വത്തിൻ തീയാണ്. അണയാനാവാത്ത തീയാണ്, ആത്മാവിൻ തീയാണ്. ശക്തിയോടെ അണയാനാവാത്ത തീയാണ്, ആത്മാവിൻ തീയാണ്. കരമടിച്ച് വലിയ ആവേശത്തോടെ, വലിയ അഭിഷേകത്തോടെ, വലിയ ആഗ്രഹത്തോടെ, വലിയ സ്നേഹത്തോടെ ചങ്ക് തന്നവനെ, ചങ്കിലെ ചോര കൊണ്ട് നമ്മെ വീണ്ടെടുത്ത ആ ഒരു ദൈവത്തെ നമുക്ക് സ്നേഹിച്ചുകൊണ്ട്, ആ ദൈവത്തെ മാറോട് ചേർത്തണച്ചുകൊണ്ട്, ആ ദൈവത്തിന്റെ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? ആത്മാർത്ഥ ഹൃദയത്തോടെ വിളിക്കാമോ? എനിക്ക് മുൻപായി പുറപ്പെടുമേ, ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ. ഉള്ളും മുൾച്ചെടികളും ദഹിച്ചിടുമേ, ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ. നീ എനിക്ക് മുൻപായി പുറപ്പെടുമേ, ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ. ഉള്ളും മുൾച്ചെടികളും ദഹിച്ചിടുമേ, ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ. യെരൂശലേമിൻ ഈ മതിലേ, എനിക്ക് ചുറ്റും നീ മതിലാകണേ. 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 കോട്ട യെരൂശലേമിൻ ഈ മതിലേ, ഇസ്രായേലിന് ചുറ്റും നീ മതിലാകണേ. അഗ്നിയുടെ കോട്ട ഉണ്ട്. യെരൂശലേമിൻ ഈ മതിലേ, ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന ദൈവം ചുറ്റും നീ മതിലാകണേ. ചേർന്ന് പഠിക്കേ. യെരൂശലേമിൻ ഈ മതിലേ, എനിക്ക് ചുറ്റും നീ മതിലാകണേ. യെരൂശലേമിൻ ഈ മതിലേ, എനിക്ക് ചുറ്റും നീ മതിലാകണേ. എന്റെ ദൈവം നീയാണ്,
മഹത്വത്തിൻ തീയാണ് എന്റെ ദൈവം തീയാണ് മഹത്വത്തിൻ തീയാണ് അണയാനാവാത്ത തീയാണ് ആത്മാവിൻ തീയാണ് അണയാനാവാത്ത തീയാണ് ആത്മാവിൻ 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 തീയാണ് മുട്ടുമേലാകാം, ശാന്തമായിട്ട് മുട്ടുമേലാകാം. നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. യേശുവേ, ഇത് ശുശ്രൂഷ മുഴുവൻ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. യേശു വലിയ ഇടപെടലുണ്ടായി. യേശുയുടെ വലിയ ഇടപെടൽ, സ്വർഗത്തിൻ്റെ വലിയ ഇടപെടൽ, ദൂതന്മാരുടെ വലിയ ഇടപെടൽ, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ, വിശുദ്ധരുടെ വലിയ മധ്യസ്ഥവും വലിയ ഇടപെടലും ഉണ്ടായി. രക്തസാക്ഷികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്വർഗീയമായ വലിയ അഭിഷേകം നമുക്ക് ലഭിച്ചു. കർത്താവിൻ്റെ തിരുസനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് അവിടെ നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, ജയിലറുകളെ ഭേദിക്കുന്ന അഭിഷേകം, തടവറകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന അഭിഷേകം, ചങ്ങലകളെ അറുത്തു മാറ്റുന്ന അഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ അതെല്ലാം ഞങ്ങൾക്ക് നൽകി. സകല പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥ, അനുകൂലമായ ഒരവസ്ഥ കർത്താവ് ഞങ്ങൾക്ക് നൽകി. ഞങ്ങളായിരുന്ന വർഷങ്ങളായിട്ട് ആയിരുന്ന ഒരു ദുരവസ്ഥയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ പുറത്തു കൊണ്ടു. നന്ദി പറഞ്ഞ്, വിശ്വസിച്ച് നന്ദി പറഞ്ഞ് കർത്താവ് അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയുക. ആരാധനയെ ഏറ്റെടുത്ത് നടത്തുന്നവർ, ദിവികാരൻ്റെ നാഥൻ്റെ സന്നദ്ധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബം, ഇവിടെ നിയോഗങ്ങൾ, എല്ലാ നിയോഗങ്ങളെയും, ഇവിടെ ആയിരിക്കുന്നവരുടെ നിയോഗങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ നിരവധി ആളുകൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. മക്കളുടെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, പഠന മേഖലയിലെ വൈകല്യങ്ങൾ, കുറവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഓട്ടിസം പോലുള്ള രോഗാവസ്ഥയിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നിരവധി ആളുകൾ, കടബാധ്യതകൾ, തകർച്ചകൾ, രോഗാവസ്ഥകൾ, മാരക രോഗങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന തകർച്ചകൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, കർത്താവേ വേർപാടിൻ്റെ വലിയ ദുഃഖങ്ങൾ, ഇതെല്ലാം കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അഭിഷേകം ചെയ്ത് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക. വിശ്വാസത്തോടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളൊന്നുയർത്തി ദൈവത്തിൻ്റെ പുരോഹിതനോട് ചേർന്ന് കരങ്ങളുയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാം, സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. അഭിഷേകം കർത്താവെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ഇവിടെ ആയിരിക്കുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കുന്നവർക്ക് നന്ദി പറയുക. ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സാന്നിധ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തിനോർത്ത് നന്ദി പറയുക. വലിയ വിടുതൽ സമാധാനവും നൽകിയതിനോർത്ത് നന്ദി പറയുക. ഈശോ ഞങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങളെ ഉയർത്തി വിശ്വാസത്തോടെ ഈശോയുടെ അനുഗ്രഹത്തിനായിട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ ഈശോയെ എന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്ധനായ ബർത്തിമേയുസിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നു നിറഞ്ഞതുപോലെ
ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് സഖ്യവൂസ് ആഗ്രഹിച്ചപ്പോ കുടുംബത്തിന് രക്ഷ കൈവന്നതുപോലെ ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച രക്തസ്രാവക്കാരി ആഗ്രഹിച്ചു അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പില് ഒന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ സൗഖ്യം പ്രാപിച്ചേനെ എന്ന് ആഗ്രഹിച്ചു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടവൾ സൗഖ്യം പ്രാപിച്ചു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ എന്ന് വിളിച്ച് എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ, എന്റെ ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങള്, ഈശോ ഞാൻ ഇടപഴകുന്ന വ്യക്തികള്, ശുശ്രൂഷകര്, കർത്താവേ ഇവരെല്ലാം അനുഗ്രഹിക്കണേ. ഈശോയെ അനുഗ്രഹിക്കണേ. വൈദികര് പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവേ സന്യാസികളെ കോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് സന്യസ്തരായിട്ടുള്ളവരെ കോർത്ത് പ്രാർത്ഥിച്ച് ഈശോയെ അനുഗ്രഹിക്കണേ. എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണേ. സഭാപിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. കർദിനാൾ സംഘത്തെ അനുഗ്രഹിക്കണമേ. മാർപ്പാപ്പയെ അനുഗ്രഹിക്കുന്നോർത്ത് നന്ദി പറയുന്നു. കരമേർത്തെന്ന് വിളിച്ച് ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ആത്മാവിന്റെ നിറവിൽ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ശിരസ് നമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന, ആരാധന ആരാധന അങ്ങേക്കാരാധന, ആരാധന ആരാധന അങ്ങേക്കാരാധന. നമ്മുടെ യാത്രകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യാത്രകളെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ വഴികളെല്ലാം മുദ്ര ചെയ്യപ്പെടുവാനും വാഹനങ്ങളെല്ലാം മുദ്ര ചെയ്യപ്പെടുവാനും വഴികളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യവും ശക്തിയും കർത്താവിടുന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അന്ധകാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ഇങ്ങനെ തിരിച്ച് മടങ്ങി വരുന്ന നിമിഷം വരെ കർത്താവിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പാടി ആരാധിച്ചുകൊണ്ട് ഭവനങ്ങളിലേക്ക് മടങ്ങി. എല്ലാരും മാറ്റി നിർത്തുമ്പോ യേശുവിനെ ചേർത്തു നിർത്തുമല്ലോ. എല്ലാരും അകന്നു പോകുമ്പോ യേശുവിനെ തേടിയെത്തുമല്ലോ. എല്ലാം തകർന്നെന്ന് തോന്നുമ്പോ എന്നെയാ നെഞ്ചോടു ചേർക്കുമല്ലോ. എല്ലാം കഴിഞ്ഞെന്ന് തോന്നുമ്പോ അവിടവൻ ആരംഭിച്ചിടുമല്ലോ. യേശു എന്റെ യേശു, അവനെന്നും എന്നാശ്രയം. യേശു എന്റെ യേശു, അവനെന്നും എന്നാശ്രയം. യേശു എന്റെ യേശു, അവനെന്നും എന്നാശ്രയം. യേശു എന്റെ യേശു, അവനെന്നും എന്നാശ്രയം.